ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. അങ്കണവാടിയിൽ പോകേണ്ട ദിവസമായപ്പോഴേക്കും ശൗര്യയുടെ ഉത്സാഹം ക്രമേണ കെട്ടടങ്ങി. അവന് അങ്കണവാടിയിൽ പോകണ്ട, അമ്മയോടൊപ്പം കടപ്പുറത്തും ചായക്കടയിലും ചുറ്റിപ്പറ്റി നടന്നാൽ മതി. LKG ചേർക്കേണ്ട പ്രായമാ, അതിനുള്ള പൈസ ഇല്ലാഞ്ഞിട്ടാ അങ്കണവാടി മതിയെന്ന് വെച്ചത്. എമിലി ദേഷ്യത്തോടെ പറഞ്ഞു. ജാനറ്റും ഡെന്നിച്ചനും 3-ാം വയസ്സ് മുതൽക്കേ അങ്കണവാടിയിൽ പോയി, പിന്നെ LKGയിലും UKGയിലും പോയി. നിനക്ക് ഒരിടത്തും പോകണ്ട അല്ലേ? പൂച്ചയ്ക്ക് കയറിട്ട് കൊണ്ടുപോകുന്നത് പോലെയാണ് ശൗര്യയെ അങ്കണവാടിയിലെത്തിച്ചത്. അവിടെ ചെന്നപ്പോൾ അവനാണ് ഏറ്റവും മുതിർന്ന കുട്ടി. മറ്റു കുട്ടികൾക്ക് 2.5-യും 3-ഉം 3.5-യും ഒക്കെയാണ് പ്രായം. ശൗര്യയെ അങ്കണവാടിയിൽ വിട്ട് ടീച്ചറെ ചുമതലയേൽപ്പിച്ചിട്ട് എമിലി തിരികെ പോന്നു. വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞെന്നെ ചോദിച്ചു, നീ തിരിച്ചു പോന്നപ്പം അവൻ ബഹളം വെച്ചില്ലേ? അവിടെ നിൽക്കാൻ മടിയായിരുന്നു, ഞാൻ ഇരുത്തിയിട്ട് പോന്നു. മടിയൊക്കെ 2 ദിവസം കഴിയുമ്പം മാറിക്കൊള്ളും. എമിലി ചായക്കടയിലേക്ക് പോയി. ചായ കുടിക്കാൻ വന്നപ്പോൾ ജർമ്മിച്ചായൻ അവളോട് ചോദിച്ചു, ഇന്ന് ശൗര്യക്കുട്ടീനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? അവനെ പഠിക്കാൻ വിട്ടു, അങ്കണവാടിയിൽ. അവൻ അതിൻ്റെ പ്രായം കഴിഞ്ഞില്ലേ? അങ്കണവാടി പഠിച്ചിട്ട് അവൻ നേരെ സ്കൂളിലോട്ട് പോട്ടെ. LKGയിലും UKGയിലും വിടുന്നില്ല. അവിടെ പഠിച്ചില്ലെങ്കിൽ അടുത്തറ കിട്ടുമോ എമിലി? എല്ലാ പിള്ളേരും LKGയും UKGയും കഴിഞ്ഞിട്ടല്ലേ 1-ാം ക്ലാസ്സിലോട്ട്. ശൗര്യയ്ക്ക് അത്രയും അടിത്തരം മതി ജർമ്മിച്ചായ. അവനെ പഠിപ്പിക്കാൻ എൻ്റെ കൈ കാശില്ല. 1-ാം ക്ലാസ്സിൽ ചെല്ലുമ്പം ഇംഗ്ലീഷും മലയാളവും അക്ഷരവും അക്കവും അറിയത്തില്ലെങ്കിൽ അവർ പുറത്താക്കും. ജർമ്മിച്ചായൻ മുന്നറിയിപ്പ് നൽകി. അവൻ്റെ തലേ ആവശ്യത്തിന് മെച്ചം ബുദ്ധിയുണ്ട് ജർമ്മിച്ചായ. അവനെല്ലാം പഠിച്ചോളും. എല്ലാവരെയും കൂടെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ? നീ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ എന്ത് ചെയ്യുക? കൂട്ടി വയ്ക്കുക ജർമ്മിച്ചായ. കുറേ കൂട്ടി വെച്ചിട്ട് വേണം ആ കാശ് അട്ടിയിട്ട് ശ്രീലങ്കയിലോട്ട് ഒരു ചിറ കെട്ടാൻ. കുറച്ചുകൂടി തികയാനുണ്ട്. നീ എന്നെ കളിയാക്കിയതാ അല്ലേടി? അല്ല ജർമ്മിച്ചായ, മാസത്തിൽ പകുതി മുക്കാലും ദിവസം കടലിൽ പണിയില്ല. വള്ളക്കാർ രാവിലെ മുതൽ തെങ്ങും ചോട്ടിലിരുന്നുകൊണ്ട് ചീട്ടുകളിയാ. കടലിൽ പണിയുണ്ടെങ്കിലല്ലേ കരയ്ക്ക് വള്ളവും മീനും വന്നാലല്ലേ കച്ചവടത്തിന് ആളുകൾ വരൂ. ആളുകൾ വന്ന് എൻ്റെ ചായക്കട കയറിയാലല്ലേ എൻ്റെ പെട്ടിയിൽ കാശ് വീഴൂ. ഇപ്പം കടലിൽ പണിയുണ്ടോ? ഇല്ലല്ല. സംഗതി ശരി തന്നെയെന്ന് ജർമ്മിച്ചായൻ തലകുലുക്കി. എന്നാലും എമിലിയെ, ശൗര്യയെ 4-5 ക്ലാസ് പഠിപ്പിച്ചാൽ മതി കേട്ടോ. അവൻ കടലിൽ പണിക്ക് വരട്ടെ. 6 കൊല്ലം കഴിയുമ്പം അവന് കടലിൽ പണിക്കിറങ്ങാം. അപ്പോഴേക്കും വയസ്സ് 10 കഴിയും. അവനുണ്ടല്ലോ ശൗരി, അസല് മുക്കുവനാ. അവൻ കടലിൽ നിന്ന് പൊന്നു വാരും എമിലിയെ. വേണ്ട, ആ പൊന്ന് എനിക്ക് വേണ്ട. ഈ കടപ്പുറത്തെ എല്ലാ അമ്മമാരും എന്തിനാ മക്കളെ സ്കൂളിൽ വിടണേ? കടലിൽ നിന്ന് പൊന്നു വരാനാ? അല്ല, അവനവൻ്റെ മക്കൾക്ക് വെയിലും മഴയും കൊള്ളാത്ത ഉദ്യോഗം കിട്ടാൻ വേണ്ടിയല്ലേ, അല്ലാണ്ട് കടലിൽ പണിക്ക് വിടാനാ? എമിലി അപ്പറഞ്ഞത് ശരിയാണെന്ന് ജർമ്മിച്ചായൻ തലയാട്ടി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, എന്നാലും എമിലിയെ, അവൻ ലക്ഷണം മൊത്തം മുക്കുവനാ. അവനിപ്പോൾ കടലിച്ചാടി നീന്തണം കണ്ടിട്ടുണ്ടോ എമിലി? കൊമ്പൻ മാറി നിൽക്കും. അവൻ്റെ വരവ് കണ്ട. ഉദ്യോഗം പഠിക്കാൻ പോയാൽ എന്നാ കിട്ടും എമിലിയെ? കടലിൽ കിടക്കുന്ന സ്വത്തിനും പണത്തിനും അളവുണ്ടോ? ലക്ഷങ്ങൾ വാരാം. ആരോടും ചോദിക്കണ്ട, ആരുടെയും ഉത്തരവ് കേൾക്കണ്ട, ആരെയും കണക്ക് ബോധിപ്പിക്കണ്ട. കടലിൽ നിന്ന് ലക്ഷങ്ങൾ വാരിയ ഒരാളെ കാണിച്ചതാ ജർമ്മിച്ചായന് പറ്റുമോ? ഇല്ലല്ല. വലിയ ബോട്ടുകാർ വാരിക്കൊണ്ടുപോയിട്ടുണ്ടാവും. ഏത് വള്ളക്കാരനാ, ഏത് കടലിപ്പണിക്കാരനാ കടലിൽ നിന്ന് വാരി ലക്ഷപ്രഭുവായത്? എൻ്റെ ആഞ്ചലോ ചായൻ നല്ല ഒന്നാന്തരം മുക്കുവനായിരുന്നു. വള്ളവും വലയും എഞ്ചിനും ഒക്കെ സ്വന്തമായിട്ട് സമ്പാദിച്ചു. എന്നിട്ടെവിടെ? അതിപ്പോൾ ഒരപകടം സംഭവിച്ചിട്ടില്ലേ എമിലി? അല്ലെങ്കിൽ ഇപ്പോൾ ആഞ്ചലോ ആരായിരുന്നേനെ? അപകടമുണ്ടായല്ലോ ഇല്ലേ? കടലിൽ പണിക്ക് പോണ ഒരു മക്കളുടെയും അമ്മമാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല ജർമ്മിച്ചായ. പട്ടിണി കിടക്കേണ്ടി വന്നാലും ശരി, എൻ്റെ മക്കളെ ഞാൻ കടലിൽ പണിക്ക് വിടൂല. അവർ പഠിച്ച് എന്തെങ്കിലും ചെറിയ ജോലി നോക്കി കരയ്ക്ക് ജീവിച്ചാൽ മതി. എല്ലാ അമ്മമാരുടെയും പോലെ എമിലിയുടെയും സ്വപ്നമാണത്. അതിനുവേണ്ടിയാണ് അവൾ ഈ കടപ്പുറത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ശൗര്യക്കുട്ടിയുടെ ചെറിയ സേവനങ്ങൾ എമിലിയുടെ പല പോരായ്മകളെയും നികത്തിയിട്ടുണ്ട് എന്നത് സത്യവും നിഷേധിക്കാവുന്നതുമല്ല. കടലിൽ പണിയും കരയ്ക്ക് മീൻവരവുമുള്ള ദിവസങ്ങളിൽ കരയ്ക്കുള്ള മീൻ എത്തിക്കുന്നത് ശൗര്യയാണ്. കടപ്പുറത്ത് മീനുമായി വള്ളമെടുക്കുമ്പോൾ അവനൊരു കൊച്ചു വട്ടിയുമായി വള്ളത്തിനരികെ ചെല്ലും. കോരുകാർ വള്ളത്തിൽ നിന്ന് കുട്ടയിൽ മീൻകോരി നിറച്ച് തലയിലേറ്റുമ്പോൾ അതിൽ നിന്ന് 4-5 മീനുകൾ കുഴിഞ്ഞ് കടലിൽ വീഴും. അരയ്ക്ക് മീതെ ആഞ്ഞടിക്കുന്ന തിരയിൽ നിന്ന് അത് തപ്പിയെടുക്കാൻ തിരയിൽ നീന്താൻ നിപുണരായ തമിഴത്തി പെണ്ണുങ്ങൾക്ക് പോലും കഴിയാറില്ല.
പക്ഷേ ശൗരിക്കുട്ടി അതെല്ലാം മുങ്ങിത്തപ്പിയെടുത്തിരിക്കും. പരിചിതരായ വള്ളക്കാർ അവൻ്റെ വട്ടിയിൽ കുറച്ച് മീൻ കോരിയിട്ട് കൊടുക്കുകയും ചെയ്യും. ശൗരിയും കടലുമായി ചങ്ങാത്തം കൂടിയ ശേഷം എമിലിക്ക് ഒരിക്കലും മീൻ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടില്ല. ചെല്ലിക്കടപ്പുറത്ത് മീൻപണിയുണ്ടെങ്കിൽ കറിക്ക് മീനില്ലാതെ ഉണ്ണേണ്ടിയും വന്നിട്ടില്ല എമിലിക്ക്. എന്നാൽ ശരി, ശൗരിയെയും ഡെന്നിച്ചിനെയും എമിലി കടലിൽ പണിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഉച്ചയായപ്പോൾ കുഞ്ഞണ്ണ എമിലിയെ തിരക്കി ചായക്കടയിൽ വന്നു. എടി എമിലിയെ, ശൗരിക്കുട്ടിയെ തിരക്കി അങ്കണവാടി ടീച്ചർ വന്നേക്കണ. ശൗരിക്കുട്ടീനെ കാണാനില്ലെന്ന്. എമിലിയുടെ നെഞ്ചിൽ ഇടിവാൾ പൊളഞ്ഞു വീണു. കേട്ടത് പാതി കേൾക്കാത്തത് പാതി അവൾ വീട്ടിലേക്ക് ഓടി. അങ്കണവാടി ടീച്ചർ മുറ്റത്ത് പരിഭ്രാന്തിയായി നിൽപ്പുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കാൻ ക്ലാസ് വിട്ട ശേഷം ശൗരിയെ കണ്ടവരില്ല. കൈ കഴുകാൻ അങ്കണവാടിക്ക് പുറത്ത് ടാപ്പുണ്ട്. അവിടെ ഉച്ചയ്ക്ക് വല്ലാത്തൊരു തിക്കും തിരക്കുമാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് കുട്ടികളെ ക്ലാസ്സിലിരുത്തി എണ്ണമെടുത്തപ്പോൾ ശൗരിയില്ല. ശൗരി വീട്ടിലേക്ക് പോയി കാണുമെന്ന് കരുതിയാണ് ടീച്ചർ എമിലിയുടെ വീട്ടിലെത്തിയത്. വീട്ടിലും പരിസരത്തുമെല്ലാം കുഞ്ഞണ്ണ നോക്കിക്കഴിഞ്ഞു. ശൗരിയെ തേടാൻ ഇനി ഒരിടം ബാക്കിയില്ല. എമിലിയെ വിരളി പിടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് കുഞ്ഞണ്ണ ഇതുവരെ അറിയിക്കാതെ തെരച്ചിൽ നടത്തിയത്. ഇനി എവിടെ ചെന്ന് അന്വേഷിക്കുമെന്ന് കുഞ്ഞണ്ണയ്ക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. അധ്യായം 19. എമിലി ശൗരിക്കുട്ടിയെ ഉച്ചത്തിൽ പേരെടുത്ത് വിളിച്ചുകൊണ്ട് കാരക്കാട്ടുകാരുടെ തെങ്ങും പറമ്പിലൂടെ തലങ്ങും വിലങ്ങും നടന്നു. മഴക്കാലം ആരംഭിച്ചതിനാൽ തോടുകളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. എമിലി ശൗരിയെ വിളിച്ച് നടക്കുന്നത് കണ്ട് പാലക്കുഴി സബാൻ പറഞ്ഞു. ശൗരിക്കുട്ടി ചൂണ്ടയും കൊണ്ട് പൂഴിക്കടവ് തോട്ടിലോട്ട് പോണത് കണ്ട്. എമിലിക്ക് അത് കേട്ടതോടെ പേടി ഇരട്ടിച്ചു. പൂഴിക്കടവ് തോട് നിലയില്ലാ കയങ്ങളുള്ളതാണ്. തോട്ടിൽ പ്രവചിക്കാനാവാത്ത അടിയൊഴുക്കുണ്ട്. മരങ്ങൾ ധാരാളമായി വളർന്ന് കാവ് പോലെ കിടക്കുന്ന പുരയിടത്തെ പിളർന്നാണ് പൂഴിക്കടവ് തോട് ഒഴുകുന്നത്. എമിലി പോകുന്ന വഴിക്ക് തന്നെ കുറ്റിച്ചെടിയിൽ നിന്ന് 2 ചില്ല ഒടിച്ചെടുത്ത് ഇല കളഞ്ഞ് അതും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടന്നത്. വൻമരങ്ങളും കുറ്റിക്കാടും വള്ളിപ്പടർപ്പും എല്ലാം കൂടി ഒരു ഉൾവനത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന സ്ഥലം. എമിലി തോട്ടുവക്കിലൂടെ നടന്നു. പുഴയ്ക്ക് സമീപം എത്തിയപ്പോൾ കണ്ടു, തോടിൻ്റെ വിളുമ്പത്ത് കുറ്റിക്കാടിനരികെ ഒരു കൊക്കിരിക്കുന്ന പോലെ ശൗരിക്കുട്ടി. കയത്തിലേക്ക് ചൂണ്ടയെറിഞ്ഞ് നീണ്ട ചൂണ്ടക്കണയും കയ്യിൽ പിടിച്ച് ജലപ്പരപ്പിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. എമിലി അടുത്ത് ചെല്ലുന്ന കാലച്ച കേട്ട് ശൗരിക്കുട്ടി ഞെട്ടിത്തിരിഞ്ഞു. അമ്മയെ കണ്ടതും അവൻ്റെ മുഖം പേടി കിട്ടിയതുപോലെ വിളറി വെളുത്തു. എമിലി അടുത്തേക്ക് ചെന്നു. ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായില്ല. ശൗരിക്കുട്ടി എണീറ്റതും അവൻ്റെ ഇടത് കൈയിൽ പിടിച്ച് തിരിച്ചു നിർത്തി. തുടയിലും കാൽവണ്ണയിലുമായി നല്ല ആയത്തിൽ 4 അടിയടിച്ചു. അപ്പോഴേക്കും ശൗരിക്കുട്ടി കൈകാലുകളിലെല്ലാം കട്ടുറുമ്പ് കടിച്ചതുപോലെ തൂത്തുകൊണ്ട് തുള്ളിച്ചാടി പൊളഞ്ഞ് അലറിക്കരഞ്ഞു. എമിലി വീണ്ടും അടിക്കാൻ ഊങ്ങിയപ്പോൾ അവൻ 2 കൈപ്പടങ്ങളും വിടർത്തി കാറ്റാടി പോലെ വീശി കരഞ്ഞുകൊണ്ട് ചീറി. വേണ്ടമ്മേ, വേണ്ട, ഇനി അടിച്ചണ്ട. നിന്നെ ഞാൻ അങ്കണവാടി വിട്ടതാണോ അതോ ചൂണ്ടയിടാൻ വിട്ടതാണോ? പറയടാ. അങ്കമ്പാടി. ശൗരി പിന്നെയും ചീറിക്കരഞ്ഞു. ഇതാണോടാ നിന്റെ അങ്കണവാടി? എമിലി വീണ്ടും ഒരെണ്ണം കൂടി പൊട്ടിച്ചു. അല്ല, അല്ലമ്മേ, അല്ല. ശൗരി 2 കൈകൊണ്ടും കാലുകൾ തൂത്ത് അലറിക്കരഞ്ഞു. നിന്റെ ചൂണ്ട ഞാനിത് പണ്ടേ നശിപ്പിക്കേണ്ടതായിരുന്നു. എമിലി അവൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ടനൂലിൻ്റെ പിടുത്തവും വിടുവിച്ചു. ചൂണ്ടയും നൂലും കമ്പും എല്ലാം കൂടി കയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി നീ ചൂണ്ടയ്ക്ക് പോണത് എനിക്കൊന്ന് കാണണം. ശൗരി കയത്തിൽ വീണ ചൂണ്ട നോക്കി. അമ്മയുടെ ദേഷ്യം കത്തിക്കളന്ന മുഖത്തേക്ക് നോക്കി. പിന്നെയും കയത്തിലേക്ക് നോക്കി. ചൂണ്ട പതിയെ ഒഴുകി നീങ്ങുന്നു. ശൗരി പിന്നെ ഒന്നും ആലോചിച്ചില്ല. തോട്ടുവക്കത്ത് നിന്ന് ഒരൊറ്റ കുതിപ്പ്. അയ്യോ എന്ന് നിലവിളിച്ച് നടുങ്ങി എമിലി നെഞ്ചത്ത് കൈവയ്ക്കുമ്പോഴേക്കും ശൗരി കയത്തിലേക്ക് പതിച്ചു കഴിഞ്ഞിരുന്നു. എമിലിയുടെ കണ്ണിലിരുട്ട് കയറി. കാലുകൾ കുഴഞ്ഞു. എമിലി തല ചുറ്റി വീണു. തണുത്ത വെള്ളം മുഖത്തേക്ക് വീണപ്പോൾ എമിലി കണ്ണു തുറന്നു. തോട്ടുപക്കത്ത് വീണു കിടക്കുകയായിരുന്നു അവൾ. ശൗരി അടുത്തിരുന്ന് കുലുക്കി വിളിക്കുന്നുണ്ട്. അവൻ്റെ നനഞ്ഞ ദേഹത്തു നിന്നാണ് അവളുടെ മുഖത്തേക്ക് വെള്ളം ഇറ്റു വീണുകൊണ്ടിരുന്നത്. എമിലി വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും ശൗരിയെ നോക്കി. അവൾ എഴുന്നേറ്റിരുന്നു. ചോലമരങ്ങളുടെ ഇരുളിമയ്ക്ക് കീഴിൽ വിശാലമായ കുളം പോലെ പരന്നു കിടക്കുന്ന കയത്തിലേക്കും ശൗരിയുടെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. അവൻ്റെ ഒരു കൈയിൽ ചൂണ്ടയുണ്ട്. മറ്റേ കൈകൊണ്ട് അവൻ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവിടെ മാറ്റിവെച്ചിരുന്ന മീൻ കൊറമ്പൽ അവനെടുത്തു. അവയിൽ സാമാന്യം വലിയ 2 വാളയടക്കം ചെറുതും വലുതുമായ 8-10 മത്സ്യങ്ങൾ തൂങ്ങിക്കിടന്നു. പോകാം, അവൻ അമ്മയോട് പറഞ്ഞു. അത് വേറൊരു ശൗരിയാണെന്ന് എമിലിക്ക് തോന്നി. തന്നെക്കാളും മുതിർന്ന,
തന്നേക്കാൾ കാര്യവിവരവും ധൈര്യവുമുള്ള ഒരു ശൗരി താൻ അടി കൊടുത്തപ്പോൾ കാറിക്കരഞ്ഞ് പുളയുകയും വേണ്ടമ്മേ തല്ലണ്ട എന്ന് കെഞ്ചുകയും ചെയ്ത ശൗരിയല്ല. അവനെ കാണാനേയില്ല. മീൻകോറമ്പലും ചൂണ്ടയുമായി ശൗരി മുന്നേ നടന്നു. എമിലി ഒന്നും മിണ്ടാതെ അവൻ്റെ പുറകെയും. വീട്ടിൽ കുഞ്ഞന്നയും വിൻസിയും മറിയമ്മയും ഗ്രേസമ്മയും അടക്കം കുറേ അയലത്തുകാർ കൂടി നിൽപ്പുണ്ടായിരുന്നു. നീ എവിടെയായിരുന്നടാ ശൗരിക്കുട്ടിയെ? കുഞ്ഞന്ന അവനോട് ദേഷ്യത്തിൽ ചോദിച്ചു. അവനൊന്നും പറയാതെ മീൻകോർമ്പൽ കുഞ്ഞന്നയുടെ നേർക്ക് നീട്ടി. ഇതെവിടുന്നാ? ശൗരി ആ ചോദ്യം കേൾക്കാത്ത പോലെ ചൂണ്ടയുമായി നേരെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അവൻ ഈ പെണ്ണുങ്ങളോടൊന്നും കാര്യകാരണങ്ങൾ വിശദീകരിക്കാൻ നേരമില്ല. അവൻ എവിടെയായിരുന്നടി എമിലി? കുഞ്ഞന്ന ചോദിച്ചു. പൂഴിക്കടവ് തോട്ടിപ്പോയി ചൂണ്ടയിടുന്നു, എമിലി പറഞ്ഞു. എൻ്റെ കർത്താവേ, ആ വനം പോലെ കിടക്കുന്നിടത്തോ? അവിടൊക്കെ വലിയ കയങ്ങളല്ലേ? ഒരാൾ വീണു പോയാൽ പിന്നെ നോക്കണ്ട. അവിടെ കിടന്ന് വിളിച്ചലറിയാൽ പോലും ആരും കേൾക്കത്തില്ല. പട്ടാപ്പകല് പോലും പെണ്ണുങ്ങളാരും അങ്ങോട്ട് പോകത്തില്ലല്ലോ. കുഞ്ഞന്ന താടിക്ക് കൈയൂന്നി. എമിലി ഉണ്ടായ സംഭവം വിവരിച്ചു. കേട്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. അവനെങ്ങനെ ധൈര്യം വന്ന? മറിയമ്മ പൂഴിക്കടവ് തോടിൻ്റെ ദിക്കിലേക്ക് നോക്കി അത്ഭുതം കൂറി. മീനുണ്ടല്ലോ 2 കിലോ. ഗ്രേസമ്മ കുഞ്ഞന്നയുടെ മീൻകോർമ്പൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കുമുണ്ടല്ലോ പിള്ളേര്. അവരെക്കൊണ്ട് പറ്റുമോ ഇതിലൊരെണ്ണത്തിനെ പിടിക്കാൻ? മറിയമ്മ ഇത്തവണ ശൗരിയെപ്പറ്റി അഭിനന്ദന സൂചകമായിട്ടാണ് പറഞ്ഞത്. ജെറമി പറയാറുണ്ട് ശൗരിക്കുട്ടി അസല് മുക്കുവനാണെന്ന്. കുഞ്ഞന്നെ വെളിപ്പെടുത്തി. അന്ന് രാത്രി ശൗരിക്കുട്ടിക്ക് പുഴമീൻ കറിയും കൂട്ടിയാണ് എമിലി ചോറ് കൊടുത്തത്. അവന് മാത്രമായി 2 കഷ്ണം പൊരിച്ചും കൊടുത്തു. അവൻ്റെ കാൽവണ്ണയിലെയും തുടയിലെയും തിണർത്ത് ചുവന്ന ചോര പൊടിഞ്ഞ പാടുകൾ കണ്ട് കുഞ്ഞന്ന എമിലിയോട് പറഞ്ഞു. എന്നാലും നീ ഇത്രയ്ക്ക് മനസാക്ഷിയില്ലാത്തവളാണോടി? എന്നെ അടിയാ നീ കൊച്ചിനെ അടിച്ചേ? എമിലിക്കും തോന്നി ഇത്തിരി കൂടിപ്പോയെന്ന്. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ എമിലി ശൗരിക്കുട്ടിയുടെ കാലുകളിൽ അടിയേറ്റ് തിണർത്ത പാടുകളിൽ കൈയൊടിച്ചു. അമ്മ അടിച്ചപ്പോൾ മോനെ ഒത്തിരി നൊന്തോടെ ചക്കരെ? അവൾ സങ്കടത്തിൽ ചോദിച്ചു. അവൻ മൂളി. ഞാനോർത്ത് അമ്മ ഇനിയും തല്ലുമെന്ന്. 2-4 അടി കൂടി അവൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തുകൊണ്ടോ അത് കിട്ടിയില്ല. അമ്മ എന്തിനാ മോനെ തല്ലിയേ? അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട്. എന്തിനാ അമ്മയ്ക്ക് ദേഷ്യം വന്ന്? ഞാൻ ചൂണ്ടയ്ക്ക് പോയിട്ട്. എൻ്റെ മോനെ, അതുകൊണ്ടാണോടാ നിന്നെ ഞാൻ അംഗൻവാടി വിട്ടത്? അക്ഷരം പഠിക്കാനല്ലേ? അവിടെ വേറെ കുഞ്ഞുങ്ങളെ നീ കണ്ടില്ലേ? അവരും അക്ഷരം പഠിക്കാനല്ലേ വരണത്. അവരാരെങ്കിലും ചൂണ്ടയ്ക്ക് പോണുണ്ടോ? എന്തിനാ അമ്മ അക്ഷരം പഠിക്കണ? വലിയ ആളാവാൻ, പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാകാൻ. ഡോക്ടറെ പോലെ, എഞ്ചിനീയറെ പോലെ, കളക്ടറെ പോലെ, പോലീസിനെ പോലെ. പോലീസിനേക്കാളും വലിയ ആളാവണം. അവൻ മോളെ, എൻ്റെ മോൻ പഠിച്ച് വലിയ ആളാവോ? ഉവ്വ്, മിടുക്കൻ. എനിക്കറിയാം എൻ്റെ ശൗരിക്കുട്ടി മിടുമിടുക്കനാണെന്ന്. പഠിച്ച് വലിയ ആളായിട്ട് എൻ്റെ മോൻ എന്തു ചെയ്യും? എമിലി അവൻ്റെ ശിരസിൽ തഴുകിക്കൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു. ഞാനൊരു വലിയ ബോട്ടെ കയറി കടലിൽ പോവും. എന്നിട്ട് മീൻ പിടിക്കും. അത് മുഴുവനും അമ്മയ്ക്ക് തരും. എമിലിയുടെ തലോടൽ ഒരു നിമിഷം നിലച്ചു. ശ്വാസവും ഒരു മാത്ര നേരത്തേക്ക് നിന്നു. ശൗരിക്കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു കടലാണെന്ന് അവൾക്ക് മനസ്സിലായി. അത് വിട്ടിട്ട് വേറൊരു ചിന്തയില്ല, വേറൊരു ജീവിതമില്ല. അതിൽ നിന്ന് അവനെ മെല്ലെ മെല്ലെ പിന്തിരിപ്പിക്കണം. എൻ്റെ മോൻ നല്ലോണം പഠിക്കണം കേട്ടോ? പഠിക്കാം. ഇനി അങ്കണവാടിയിൽ ആരോടും മിണ്ടാണ്ട് ചാടിപ്പോകല്ല കേട്ടോ? ഇല്ലമ്മ. അമ്മ അടിച്ചത് പോട്ട്, സാരമില്ല കേട്ടോ. അമ്മ. എന്തോ? അമ്മ മീൻ കൂട്ടിയാ ചോറിൻ്റെ കൂടെ? കൂട്ടി. നല്ലതാണോ? ആ നല്ലതാ. അമ്മയ്ക്ക് തരാൻ വേണ്ടിയാ ചൂണ്ടയ്ക്ക് പോയത്. എമിലിയുടെ കണ്ണിലെവിടെയോ ഒരു നനവിൻ്റെ ഉറവ കിനിഞ്ഞു. അവൾ ശൗരിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു. റെജീനയുടെ മനസ്സമ്മതമാണ്. അത് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കല്യാണവും. എമിലിയുടെ മാതാപിതാക്കൾ വന്ന് കുഞ്ഞിനെയും കുടുംബത്തെയും മനസ്സമ്മതത്തിനും കല്യാണത്തിനും ക്ഷണിച്ചിട്ട് പോയി. ശൗരിക്കുട്ടി ജനിച്ച ശേഷം എമിലിയുടെ മാതാപിതാക്കൾ എമിലിയെയും കുട്ടികളെയും കാണാൻ അപൂർവമായി മാത്രമേ വന്നിട്ടുള്ളൂ. അവർക്ക് എമിലിയെപ്പറ്റി ആരോടെങ്കിലും സംസാരിക്കാൻ പോലും താല്പര്യമില്ല. കാരണം എപ്പോഴെങ്കിലും ആ സംഭാഷണത്തിൽ ശൗരിക്കുട്ടിയും സൈമൺ മുതലാളിയും കടന്നു വരുമെന്ന് അവർക്കറിയാം. ആളുകൾക്ക് അതേപ്പറ്റി ഓർമ്മിപ്പിക്കാനും പറയാനും ഒരു പ്രത്യേക സുഖമുണ്ടെന്ന് അവർക്കറിയാം. ഒരാളുടെ പോരായ്മയിലും അപമാനത്തിലും കുത്തിവേദനിപ്പിക്കുന്നതിൻ്റെ സുഖം വർത്തമാനം കേട്ടാൽ നിസ്സാരമാണെന്ന് തോന്നിപ്പോകും. എമിലിയുടെ ആഞ്ചലോസിനെ പറ്റിയിട്ട് ഇതുവരെയും ഒരു വിവരവുമില്ലല്ലോ അല്ലേ? കേൾക്കുമ്പോഴേ അറിയാം അത് മറ്റെവിടേക്കോ കൊളുത്താനുള്ള വെടിമരുന്നാണെന്ന്.
ആഞ്ചലോസിനെ കാണാതായിട്ട് ഇപ്പം വർഷം എത്രയാ? എമിലിയുടെ ഇളയ കുട്ടിക്ക് വയസ്സെത്രയായി? ഒളിഞ്ഞു വളഞ്ഞാണ് ആക്രമണം. ദേവസിക്കുട്ടിക്കും റോസ്ലിനും മകളെപ്പറ്റി ഉണ്ടായിരുന്ന അഭിമാനമെല്ലാം നഷ്ടപ്പെട്ടു. ആഞ്ചലോസ് ഉണ്ടായിരുന്നപ്പോൾ അവർ കൂടെ കൂടെ ചെല്ലിക്കടപ്പുറത്തെത്തി മകളെയും കുഞ്ഞുങ്ങളെയും കാണുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. മകൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ കൺകുളിർക്കെ കാണാനും കൂടി വേണ്ടിയാണ് ആ വരവ്. ആഞ്ചലോസ് പോയതോടെ മകളുടെ സൗഭാഗ്യവും പോയി. അവളും കുഞ്ഞുങ്ങളും കഷ്ടപ്പാടിലും ദുരിതത്തിലുമായി. അതോടെ ദേവസിയും റോസ്ലിനും പിൻവലിഞ്ഞു. സന്ദർശനത്തിന് പോയാൽ മകളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും കാണേണ്ടി വരും. വല്ലതും കൈ അയച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തികയുമില്ല. അതിനിടയിലാണ് മകൾക്ക് അവിഹിത സന്തതി പിറന്നത്. അതോടെ മാനക്കേടുമായി. അങ്ങോട്ട് പോകാതിരുന്നാൽ മകളുടെ ദുരിതങ്ങൾക്ക് ദൃക്സാക്ഷിയാവുകയും വേണ്ട. അന്തേരി കുരിശിങ്കൽ വീട്ടിൽ പോയി മാതാപിതാക്കളെ സന്ദർശിക്കാറുണ്ടായിരുന്നത് എമിലിയും ആണ്ടിലൊരിക്കലോ 2 തവണയോ ആക്കി കുറച്ചു. ദേവസിക്കുട്ടിയും റോസ്ലിനും കൂടി കുഞ്ഞുണ്ണിയെയും എമിലിയെയും വിൻസിയെയും റെജീനയുടെ കല്യാണത്തിനും മനസമ്മതത്തിനും ക്ഷണിച്ചു. പോകാൻ നേരം റോസ്ലിൻ എമിലിയെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു, എല്ലാവരും വരണം. പക്ഷേ നിന്റെ അപ്പൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കല്യാണത്തിനും മനസമ്മതത്തിനും വരുമ്പം ശൗരിക്കുട്ടിയെ കൊണ്ടുവരരുത്. നെഞ്ചിലൊരു കടാരക്കുത്ത് ഏറ്റ പോലെ തോന്നി എമിലിക്ക്. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞതെന്നറിയാവല്ലോ. മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ. റോസ്ലിനും ദേവസിക്കുട്ടിയും തിരികെ പോയി. എവിടെങ്കിലും പോയിരുന്ന് പൊട്ടിക്കരയണമെന്ന് എമിലിക്ക് തോന്നി. 4 ദിവസം കഴിഞ്ഞ് റെജീന നേരിട്ട് വന്ന് കല്യാണം വിളിച്ചു. അവൾ എമിലിയോട് സാന്ത്വനം പറഞ്ഞു. ചേച്ചിയുടെ മനസ്സ് വിഷമിച്ചെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ചേച്ചിക്കറിയാവല്ലോ സത്യാവസ്ഥ. മനുഷ്യന്മാരുടെ സ്വഭാവവും അറിയാവല്ലോ. ശൗരിക്കുട്ടിയെ കൊണ്ടുവന്ന അവനെ നോക്കിയിട്ട് ആളുകൾ ചിരിക്കുകയും അടക്കം പറയുകയും ചെയ്യും. അവൻ വരില്ല നിന്റെ കല്യാണത്തിന്. പോരെ, എൻ്റെ മോന് വരാൻ പറ്റാത്ത കല്യാണത്തിന് ഞാനും വരുന്നില്ല. എമിലി ആണയിടും പോലെ പറഞ്ഞു. എൻ്റെ കല്യാണത്തിന് ചേച്ചി വരില്ലെന്നോ? എങ്കിലെനിക്ക് കല്യാണവും വേണ്ട. ചേച്ചി വന്നില്ലെങ്കിൽ ഞാൻ മനസ്സമ്മതം പറയൂല. അത് ഉറപ്പിച്ചോ. എനിക്ക് എൻ്റെ അപ്പനേക്കാളും അമ്മയെക്കാളും വലുത് ചേച്ചിയാ. പറഞ്ഞ് റെജീന കരഞ്ഞു. ഒടുവിൽ എമിലിക്കും കരച്ചിൽ വന്നു. കല്യാണത്തിനും മനസമ്മതത്തിനും വരാമെന്ന് എമിലി സമ്മതിച്ച ശേഷമാണ് റെജീന തിരിച്ചുപോയത്. മനസമ്മതത്തിൻ്റെ 2 ദിവസം മുൻപ് റെജീന വീണ്ടും വന്നു. ഡെന്നിച്ചിനെയും ജാനറ്റിനെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് അവൾ വന്നത്. കുട്ടികൾ 2 പേരും കല്യാണത്തിന് പോകാമല്ലോ എന്ന ആഹ്ലാദത്തിൽ തുള്ളിച്ചാടി നടന്നു. അവരോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നില്ലെന്നറിഞ്ഞപ്പോൾ ശൗരിക്കുട്ടിയുടെ മുഖം വാടി. ഞങ്ങൾ കല്യാണത്തിന് പോവുമല്ലോ, ഞങ്ങളെ ആൻറ്റി കൊണ്ടുപോവുമല്ലോ. ഡെന്നിച്ചൻ ശൗരിക്കുട്ടിയുടെ മുൻപിൽ വന്നു നിന്ന് ഗോഷ്ഠികളോടെ പറഞ്ഞു. റെജീന ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിച്ചു. എമിലിയോട് തലേ ദിവസം തന്നെ വരണമെന്ന് നിർബന്ധിച്ചു. ഞാൻ വരാം. തലേ ദിവസം വരില്ല. മനസമ്മതം നടക്കുമ്പം ഞാൻ പള്ളിയിലുണ്ടാവും. അതിനു മുൻപ് വീട്ടിലും വരും. റെജീന അതിനെ ഖണ്ഡിച്ച് എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ എമിലി തടഞ്ഞു. ഒന്നും പറയണ്ട. എൻ്റെ മോന് ഉണ്ണാൻ പറ്റാത്ത സദ്യയൊന്നും ഉണ്ണാൻ ഞാൻ നിൽക്കൂല. റെജീന അല്പനേരം എമിലിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യ. അവൾ ഡെന്നിച്ചിനെയും ജാനറ്റിനെയും കൂട്ടി അന്തേരിക്ക് പോയി. ശൗരിക്കുട്ടി എമിലിയുടെ അരികെ ചെന്നു. കൈവിരലുകളിലെ നഖം നുള്ളിക്കൊണ്ട് തല താഴ്ത്തിയുള്ള അവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ എമിലിക്ക് മനസ്സിലായി അവന് എന്തോ സങ്കടം പറയാനുണ്ടെന്ന്. ശൗരിക്കുട്ടിയെ, എന്താടാ മോനെ? എമിലി ചോദിച്ചു. എന്നെ കൊണ്ടുപോയില്ലല്ലോ. അതോ, എൻ്റെ മോനെ കൊണ്ടുപോകാത്തതല്ല. ശൗരിക്കുട്ടി പോയ അമ്മയ്ക്ക് പിന്നെ ആരാ കൂട്ട്? വല്യമ്മച്ചി. അമ്മയ്ക്ക് ശൗരിക്കുട്ടി മാത്രം മതി കൂട്ട്. വല്യമ്മച്ചിക്കും കല്യാണത്തിന് പോകണ്ടേ? നമ്മളെപ്പോഴാ? നമ്മൾ പോയ വീട്ടിലാരാ? വല്ല കള്ളന്മാരും കയറൂലേ? ഞാനും എൻ്റെ ശൗരിക്കുട്ടിയും എങ്ങും പോണില്ല. അമ്മ പോകാത്ത കല്യാണത്തിന് പോകണമെന്ന് അവനും വലിയ നിർബന്ധമില്ല. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ കുഞ്ഞണ്ണ എമിലിയോട് പറഞ്ഞു, നീ പോയിക്കോ എമിലി, ഞാൻ ശൗരിക്കുട്ടിയുടെ കൂടെ ഇവിടെ ഇരുന്നോളാം. വേണ്ട, അമ്മ പോയിക്കോ, വിൻസിയം കൊണ്ടുപോ. നീയോ? നീ വരുന്നില്ലേ? ഞാൻ വന്നോളാം. വരാതിരിക്കല്ലേ, ആൾക്കാർ ചോദിക്കുകയും പറയുകയും ചെയ്യും. ഞാൻ വന്നോളാമെന്ന് പറഞ്ഞില്ല. വിൻസിയും കുഞ്ഞണ്ണയും കൂടി 9 മണിയോടെ അന്തേരിക്ക് തിരിച്ചു. 11 മണിയായപ്പോൾ എമിലി ചൂണ്ടയെടുത്ത് ശൗരിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മയ്ക്കിന്ന് എൻ്റെ ശൗരിക്കുട്ടി പിടിച്ച മീൻ കൂട്ടി ചോറുണ്ണണം. ഒരു പാത്രം നിറച്ച മീൻ കറിയും മീൻ പൊരിച്ചതും. പോയിട്ട് വാ. ശൗരിക്കുട്ടിക്ക് ഇതിൽ പരമൊരു സന്തോഷമില്ല. തെങ്ങും പറമ്പിലൂടെ നടക്കുമ്പം സൂക്ഷിക്കണം. പാമ്പുണ്ടോയെന്ന് നോക്കണം. തോട്ടുപക്കത്ത് നടക്കുമ്പോഴും സൂക്ഷിക്കണം.
ശൗരിക്കുട്ടി എല്ലാം തലകുലുക്കി സമ്മതിച്ചു. അവൻ ചൂണ്ടയുമായി പോയി കഴിഞ്ഞപ്പോൾ എമിലി വേഗം വേഷം മാറി വീട് അടച്ചിട്ടു. ജംഗ്ഷനിൽ ചെന്ന് ബസ് കയറി അന്തേരിക്ക് പോയി. അധ്യായം 20. ചൂണ്ടനൂലിൻ്റെ നടുക്ക് കെട്ടിയ പൊങ്ങ് താണു പോകുന്നത് കണ്ടപ്പോഴേ ശൗരിക്കുട്ടിക്ക് മനസ്സിലായി വാളയാണ് കൊത്തിയിരിക്കുന്നതെന്ന്. അല്പം അയച്ചു കൊടുത്തു. ചൂണ്ടനൂലിൻ്റെ നീളം തീർന്നപ്പോൾ ശൗരിക്കുട്ടി ബലം പിടിച്ചു. ചൂണ്ടയൊന്ന് വെട്ടിച്ചു വലിച്ചു. ചൂണ്ട വലിച്ചെടുക്കാൻ നോക്കിയിട്ട് പൊങ്ങുന്നില്ല. അതിനറ്റത്ത് ഏകദേശം 1.5 കിലോ ഭാരമുള്ള വാള കിടന്ന് പിടയ്ക്കുന്നു. വല്ല വിധേനയും ശൗരി അതിനെ വലിച്ച് കരക്കിട്ടു. പിന്നെ അതിനെ ചൂണ്ടയിൽ നിന്ന് വേർപെടുത്താനായി ശ്രമം. വിഴുങ്ങിയ ചൂണ്ട വാളയുടെ വായൽ കോർത്ത് ചെകിളയ്ക്കിടയിലേക്ക് കയറിയിരിക്കുകയാണ്. ശൗരിക്കുട്ടി ചൂണ്ടയിടുന്നത് അല്പം മാറി നോക്കിക്കൊണ്ട് നിന്ന കണ്ണമ്പറമ്പിലെ സാബു അവൻ്റെ അടുത്തേക്ക് വന്നു. നിനക്ക് നല്ല കോളാണല്ലോടെ ശൗരി. ശൗരിയുടെ മീൻകോർമ്പൽ നോക്കിക്കൊണ്ട് സാബു അസൂയപ്പെട്ടു. കണ്ണമ്പറമ്പിൽ ജയ്ക്കോയുടെ മൂത്ത മകനാണ് സാബു. ജയ്ക്കോയ്ക്ക് വള്ളവും വലയും സ്വന്തമായുണ്ട്. സാബു ശൗരിയുടെ മീൻകോർമ്പൽ എടുത്തുപൊക്കി തൂക്കം പിടിച്ചു. ഇത് 3-4 കിലോ ഉണ്ടല്ലോടാ എല്ലാം കൂടെ. അവിടെ വയ്ക്ക്, ശൗരിക്കുട്ടി പറഞ്ഞു. നീ വല്ല കൂടോത്രം ചെയ്തിട്ടാണോടാ ചൂണ്ടയിടുന്നേ? സാബു ചോദിച്ചു. ബാക്കിയുള്ളവർ ചൂണ്ടയിട്ട തോട്ടിലെ മീനെല്ലാം ഓടി ഒളിക്കുവല്ലോ. അവിടെ വയ്ക്ക്, ശൗരിക്കുട്ടി വീണ്ടും പറഞ്ഞു. സാബു മീൻ കൊറമ്പൽ താഴെ വെച്ചു. വാലിട്ടടച്ച് പിടിക്കുന്ന വാളയെ ശൗരിക്കുട്ടി മീൻ കൊറമ്പലിൽ കോർത്തു. എന്നിട്ട് വീണ്ടും ഇര കോർത്ത് തോട്ടിലേക്ക് ചൂണ്ടയെറിഞ്ഞു. എടാ ശൗരിയെ, ആ ചൂണ്ടയിങ്ങതാ, ഞാനൊന്ന് നോക്കട്ടെ. സാബു കൈ നീട്ടി. ഇല്ല, ശൗരി എടുത്ത ബാക്കി പറഞ്ഞു. എടാ നിന്റെ ചൂണ്ടേ, എനിക്ക് മീൻ കിട്ടുമെന്ന് നോക്കട്ടേടാ. വേണ്ട. സാബുവിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ ശൗരിയുടെ അടുത്തേക്ക് വന്നു. ചൂണ്ടയിൽ പിടുത്തമിട്ടു. വേണ്ടെന്ന് പറഞ്ഞല്ലോ, വിട്. ശൗരി ബലം പിടിച്ചു. ഞാനൊന്ന് നോക്കട്ടേടാ. 10ാം ക്ലാസ്സുകാരനായ സാബുവിനോട് കിടപിടിക്കാനുള്ള ബലം അങ്കണവാടിക്കാരനായ ശൗരിക്ക് ഉണ്ടായിരുന്നില്ല. സാബു അവൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ട പിടിച്ചു വാങ്ങി. ശൗരിക്കുട്ടി കാട്ടുപൂച്ചയെപ്പോലെ അവനെ ആക്രമിച്ചു. സാബു അവനെ തള്ളിമാറ്റി. ഇത് ഞങ്ങളുടെ കടവാ. ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ വന്ന് ചൂണ്ടയിട്ടത്? ഈ കടവിലുള്ള എല്ലാ മീനും എൻ്റേതാ. സാബു അവൻ്റെ നേർക്ക് ആക്രോശിച്ചു. വീണ്ടും ചൂണ്ടയ്ക്ക് പിടുത്തമിട്ട ശൗരിയുടെ വലതുകൈ വിരൽ അവൻ പിടിച്ചു പളച്ചു. ശൗരി കരഞ്ഞപ്പോൾ അവൻ്റെ തലയ്ക്ക് ഒരടിയും വെച്ചു കൊടുത്തു. കൊല്ലും നിന്നെ ഞാൻ, തെണ്ടി, സാബു അവൻ്റെ നേർക്ക് ആക്രോശിച്ചു. ശൗരിക്കുട്ടിയുടെ മീൻ കൊറമ്പലും സാബു കൈവശപ്പെടുത്തി. ഇനി മേലി നിന്നെ ഈ കടവത്ത് കാണല്ല. അടിച്ച് നിന്റെ മുട്ടുകാല് തല്ലി ഒടിക്കും ഞാൻ. പോടാ. എൻ്റെ മീൻ താ. എൻ്റെ മീനാ, ഞാൻ പിടിച്ചതാ. ശൗരി മീൻ കൊറമ്പലിനു വേണ്ടി കുറേ ഗുസ്തി പിടിച്ചു. സാബു അടിക്കുകയും തള്ളി മാറ്റുകയും ചെയ്തിട്ടും അവൻ വിട്ടുപോകാൻ കൂട്ടാക്കിയില്ല. എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനാ, എൻ്റെ മീൻ താ, ശൗരി കരഞ്ഞുകൊണ്ട് കെഞ്ചി. സാബു മീൻ കൊറമ്പലും ചൂണ്ടയും കൂടി ശൗരിക്ക് കൈയെത്താത്ത ഉയരത്തിൽ പൊക്കിപ്പിടിച്ചു. പോടാ, ഞാനൊരു ചവിട്ട് വെച്ചു തരും, പോടാ. സാബു ഭീഷണിപ്പെടുത്തി പറയുക മാത്രമല്ല ശൗരിയെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ശൗരിക്കുട്ടി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. നീ ചെല്ല്, പോ, സാബു പറഞ്ഞു. ശൗരിക്കുട്ടി ഏങ്ങലടിച്ചും ഓർത്തോർത്ത് വിങ്ങിപ്പൊട്ടിയും തെങ്ങും പറമ്പിലൂടെ നടന്നുപോയി. ചൂണ്ട പോയതിനേക്കാൾ അവന് സങ്കടം മീൻ നഷ്ടപ്പെട്ടതായിരുന്നു. ഇന്ന് കിട്ടിയത് മുഴുവൻ വലിയ മീനുകളായിരുന്നു. അതുകൊണ്ട് ചെന്ന് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം എന്തുമാത്രമാണെന്ന് അവൻ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് അമ്മ ശൗരിക്കുട്ടിക്ക് ചൂണ്ടയെടുത്തു കൊടുത്ത് മീൻ പിടിച്ചുകൊണ്ട് വരാൻ പറയുന്നത്. അമ്മയുടെ മുന്നിലേക്ക് വെറും കൈയോടെ ചെല്ലുന്നത് ഓർത്തപ്പോൾ ശൗരി വാവിട്ട് കരഞ്ഞുപോയി. അമ്മ ചോറ് വെച്ചിട്ട് ശൗരിക്കുട്ടി കൊണ്ടുവരുന്ന മീൻകറി വയ്ക്കാനും പൊരിക്കാനും വേണ്ടി മുറ്റത്തിനരികെ കാത്തു നിൽക്കുകയായിരിക്കുമെന്ന് അവൻ വിചാരിച്ചു. ഇനി എവിടെ ചെന്ന് മീൻ പിടിക്കും? ചൂണ്ടയുമില്ല കയ്യിൽ. അമ്മ ഇനി ഒരിക്കലും തന്നെ ചൂണ്ടയ്ക്ക് വിടില്ലെന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. തൻ്റെ കയ്യിൽ നിന്ന് മീനും ചൂണ്ടയും പിടിച്ചു പറിച്ചവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായി ശൗരിക്ക്. ഒരു കല്ലെടുത്ത് അവൻ്റെ തലയ്ക്ക് നല്ലൊരിടി വെച്ചു കൊടുക്കണമെന്ന് ശൗരിക്കുട്ടി കരുതി. തലയിൽ കൂടി ചോരയൊലിപ്പിച്ച് നിലവിളിച്ചുകൊണ്ട് അവൻ ഓടണം. ഇനിയൊരിക്കലും അവൻ ആരുടെയും കയ്യിൽ നിന്ന് മീനും ചൂണ്ടയും പിടിച്ചു പറിക്കരുത്. അവനെ കല്ലുകൊണ്ടിടിച്ചാൽ മാത്രം മതിയോ? ഒരു വെട്ടുകത്തിയെടുത്ത് അവൻ്റെ കാലും കൂടി വെട്ടിമുറിക്കണം. പിന്നെ ഒരിക്കലും അവൻ വല്ലവരുടെയും മീൻ പിടിച്ചു പറിക്കാൻ ഇറങ്ങി വരില്ല. പത്രോസ് മൂപ്പൻ്റെ കാലൊടിഞ്ഞ നായ നടക്കും പോലെ മുടന്തിയെ പിന്നെ അവന് നടക്കാൻ പറ്റൂ. ആ നായയ്ക്ക് 4 കാലുള്ളതിൽ ഒരെണ്ണമേ ഒടിഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും നടക്കാൻ പ്രയാസം. 2 കാൽ മാത്രമുള്ളവൻ്റെ ഒരു കാൽ മുറിഞ്ഞു പോയാൽ അവൻ്റെ നടത്തം എങ്ങനെയിരിക്കും? ശൗരിക്കുട്ടി അതൊന്ന് മനസ്സിൽ കണ്ടു നോക്കി. അവന് ചിരി വന്നു.
അങ്ങനെ തന്നെ വേണം. ശൗരിക്കുട്ടിയോട് കളിച്ചാൽ കണക്കിന് കിട്ടുമെന്ന് അവനൊന്ന് മനസ്സിലാക്കട്ടെ. ശൗരിക്കുട്ടിക്ക് ഒട്ടൊരാശ്വാസം അനുഭവപ്പെട്ടു. അറച്ചറച്ചാണ് ശൗരിക്കുട്ടി വീട്ടുമുറ്റത്തേക്ക് ചെന്നത്. വീട് അടച്ചിട്ടിരിക്കുന്നു. ശൗരി വീടിന് ചുറ്റും നടന്ന് അമ്മയെ വിളിച്ചു. അവൻ മറിയമ്മയുടെ വീട്ടുമുറ്റത്ത് ചെന്ന് അമ്മയെ കണ്ടോ എന്ന് തിരക്കി. നിന്റെ അമ്മ കല്യാണത്തിന് പോയി. ശൗരിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ കല്യാണത്തിന് പോകുന്നില്ലെന്നും താൻ മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അത് കറി വെച്ച് ചോറുണ്ണാമെന്നുമാണ് പറഞ്ഞിരുന്നത്. നീ എവിടായിരുന്നു? നിന്നെ കാണാഞ്ഞിട്ട് ഇട്ടിട്ട് പോയതായിരിക്കും. ഇല്ല, ശൗരിക്കുട്ടി തല വെട്ടിച്ചു. അമ്മ അങ്ങനൊന്നും ചെയ്യില്ലെന്ന് അവൻ ഉറപ്പുണ്ട്. അമ്മ എന്നോട് പറഞ്ഞായിരുന്നല്ലോ ചൂണ്ടയ്ക്ക് പോയി മീൻ പിടിച്ചോണ്ട് വരാൻ. അങ്ങനെ പറഞ്ഞെങ്കിൽ നിന്നെ ഒഴിവാക്കിയിട്ട് പോയതാ. അപ്പോഴേക്കും അയൽപ്പക്കത്തെ റേച്ചൽ അങ്ങോട്ട് വന്നു. ഇവനെ മനഃപൂർവ്വം കൊണ്ടുപോകാത്തതാ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയേ വരാൻ താമസിച്ച ശൗരിക്കുട്ടീനെ ഒന്ന് നോക്കണേന്ന്. അമ്മ തന്നെ പറ്റിച്ചിട്ട് കല്യാണത്തിന് പോയോ? ഡെന്നിച്ചനും ജാനറ്റും പോയ കല്യാണത്തിന്, വിൻസിയും വല്യമ്മച്ചിയും പോയ കല്യാണത്തിന്. ശൗരിക്കുട്ടിക്ക് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. അവൻ വീടിൻ്റെ തിണ്ണയിൽ പോയിരുന്നു. തൻ്റെ മീനും ചൂണ്ടയും നഷ്ടപ്പെട്ടത് നന്നായെന്ന് അവന് തോന്നി. ഇനിയൊരിക്കലും ശൗരിക്കുട്ടി ചൂണ്ടയിടുന്നതല്ല. ഇനി ഒരു മീനെപ്പോലും ശൗരിക്കുട്ടിക്ക് വേണ്ട. എല്ലാവരും തന്നെ പറ്റിക്കുകയാണെന്ന് ശൗരിക്കുട്ടിക്ക് മനസ്സിലായി. എങ്ങോട്ടെങ്കിലും പോയാലോ? കടപ്പുറത്തോട്ടിറങ്ങി ചുമ്മാ നടന്നു പോകാം. ആരും ഒരിക്കലും അന്വേഷിച്ചു വരാത്ത ആ സ്ഥലത്തേക്ക്. കല്യാണം കഴിഞ്ഞ് അമ്മ വന്ന് നോക്കുമ്പോൾ ശൗരിക്കുട്ടിയെ കാണാനില്ല. അമ്മ, എടാ മോനെ, ശൗരിക്കുട്ടിയെ നീ എവിടെയാ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് തെങ്ങും പറമ്പിലൂടെ നടക്കും. മറിയാമ്മയോടും റേച്ചലിനോടും അന്നക്കുട്ടിയോടും ഒക്കെ ചോദിക്കും, എൻ്റെ ശൗരിക്കുട്ടീനെ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ എൻ്റെ മോനെ? ആർക്കും അറിയില്ല താൻ എവിടെ പോയെന്ന്. അമ്മ കടപ്പുറത്ത് വന്ന് കണ്ടവരോടെല്ലാം ചോദിക്കും, എൻ്റെ മോനെ കണ്ട? ഒരു മഞ്ഞ ഉടുപ്പിട്ട്? ഇല്ല, ആരും കണ്ടിട്ടില്ല. അവൻ കടപ്പുറത്തൂടെ നടന്ന് വേറെ ഏതോ രാജ്യത്തെത്തിക്കഴിഞ്ഞു. അമ്മ തിരിച്ച് വീട്ടിൽ വന്നിരുന്ന് കരയും. അപ്പോൾ അയലത്തുള്ള പെണ്ണുങ്ങൾ അമ്മയോട് പറയും, നിനക്കിത് തന്നെ വരണം എമിലിയെ. നീ എന്തിനാ ആ ശൗരീനെ കല്യാണത്തിന് കൊണ്ടുപോകാത്തെ? അവൻ എന്തോരം സങ്കടമായിന്നറിയോ? അതാ അവൻ വീട് വിട്ടു പോയത്. ഞാനിനി ഒരിക്കലും എൻ്റെ മോനെ വിട്ടിട്ട് പോവില്ല അന്നക്കുട്ടി. എൻ്റെ മോനിങ്ങ് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. അമ്മ തിണ്ണയിലിരുന്ന് കരയുകയാണ്. ഇനി നീ അവനെ പറ്റിക്കുമോ എമിലി? ഇല്ലെന്ന്. എൻ്റെ മോനെ കൂടാണ്ട് ഇനി ഞാനെങ്ങും പോവില്ല. എനിക്ക് അവനെയൊന്ന് കണ്ടാൽ മതി. ശൗരിക്കുട്ടിയുടെ കണ്ണ് നനഞ്ഞു. ഇനിയും അമ്മയെ വിഷമിപ്പിക്കണോ? വേണ്ട, തിരിച്ചു നടക്കാം. നടന്നാൽ മതിയോ? വേഗം അമ്മയുടെ അരികെ എത്തണ്ടേ? അല്ലെങ്കിൽ അമ്മ അത്രയും നേരം കൂടി വിഷമിക്കില്ലേ? ശരി, ഓടാം. ശൗരി ഓടാനാഞ്ഞതാണ്. അപ്പോഴാണ് അന്നക്കുട്ടി ഒരു തളികയുമായി മുറ്റത്തേക്ക് വരുന്നത് കണ്ടത്. അതോടെ അവൻ്റെ ചില്ലുകൂടാരം തകർന്നു വീണു. അന്നക്കുട്ടി ആ തളിക ശൗരിക്കുട്ടിയുടെ നേർക്ക് നീട്ടി. കൊഴുക്കട്ടയാ, തിന്നോ, വിശന്നിരിക്കണ്ട. ശൗരിക്ക് ലജ്ഞ തോന്നി. എനിക്ക് വേണ്ട. നല്ല മധുരമുണ്ടടാ, നീ തിന്നു നോക്ക്. ഉച്ചയ്ക്ക് എന്തായാലും നിനക്കിനി ചോറ് കിട്ടൂല. അവരൊക്കെ സദ്യ ഉണ്ണുമ്പം നീ ഇതെങ്കിലും തിന്ന. അന്നക്കുട്ടി കൊഴുക്കട്ട കൈകൊണ്ട് മുറിച്ചു വെച്ചു. അതിൻ്റെ ഉള്ളിലെ ശർക്കരയും തേങ്ങയും കൂട്ടി കുഴിച്ച ഭാഗം കണ്ടപ്പോൾ ശൗരിക്ക് കൊതി വന്നു. തിന്നോടാ, നിനക്കിത് വലിയ ഇഷ്ടമാണെന്ന് എമിലി പറയണ കേൾക്കാം. അന്നക്കുട്ടി സ്റ്റീലിൻ്റെ തളിക അവൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. പിടിച്ചില്ലെങ്കിൽ ഉരുണ്ട് താഴെ പോകും. കൊഴുക്കട്ടകൾ മുറ്റത്തുകൂടി ഉരുളുന്നത് കാണാൻ ശൗരിക്കുട്ടി ഇഷ്ടപ്പെട്ടില്ല. അതിനേക്കാൾ ഭേദം അത് തിന്നുന്നത് തന്നെയെന്ന് അവൻ വിചാരിച്ചു. തിണ്ണയിലിരുന്ന് അവൻ ആ 2 കൊഴുക്കട്ടയും തിന്നു. നിനക്കിഷ്ടപ്പെട്ടോ? അന്നക്കുട്ടി ചോദിച്ചു. അവൻ മൂളി. ഇനിയും വേണോ? അവൻ അവരുടെ കയ്യിലേക്ക് പാളി നോക്കി. വേറെ കൊഴുക്കട്ടയൊന്നും കാണാനില്ല. ഇതൊക്കെ വേണമെന്ന് ചോദിക്കണോ? തന്നാ പോരെയെന്ന് അവൻ ഓർത്തു. വേണമെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. വേണ്ട, അവൻ ആഗ്രഹത്തിന് വിപരീതമായി പറഞ്ഞു. അന്നക്കുട്ടി തളികയും വാങ്ങി തിരിച്ചുപോയി. ശൗരി കുറച്ചുനേരം കൂടി തിണ്ണയിലിരുന്നു. പിന്നെ എഴുന്നേറ്റ് കടപ്പുറത്തേക്ക് നടന്നു. ജർമ്മച്ചായൻ ഒരു തെങ്ങിൻ്റെ തണലത്തിരുന്ന് വല മാടുന്നുണ്ടായിരുന്നു. ശൗരിയെ കണ്ട് ജർമ്മച്ചായൻ ചോദിച്ചു, നിന്നെ ഇന്ന് കണ്ടതേയില്ലല്ലോ. ഞാൻ ചൂണ്ടയ്ക്ക് പോയി. എന്നിട്ട് വല്ലതും കിട്ടിയോടാ? ജർമ്മച്ചായൻ ചോദിച്ചു. ശൗരി തനിക്കുണ്ടായ അനുഭവം അറിയാവുന്ന പോലെ വിവരിച്ചു പറഞ്ഞു. തന്തയ്ക്ക് പറക്കാത്തവൻ, പട്ടി, തെണ്ടി, ചെറ്റ. രോഷാകുലനായ ജർമ്മച്ചായൻ ഏതോ ദിക്കിലേക്ക് നോക്കി ചീത്ത വിളിച്ചു. ആരെയോ കണ്ടിട്ട് വിളിക്കുന്ന പോലെ തോന്നിയതിനാൽ അറിയാതെ ശൗരിയും അങ്ങോട്ട് നോക്കിപ്പോയി. അവിടെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ജർമ്മച്ചായൻ മനസ്സിൽ കണ്ട് വിളിച്ചതായിരുന്നു. എടാ, നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ടാ എല്ലാവരും നിന്റെ മെക്കിട്ട് കയറുന്നേ. ജർമ്മച്ചായൻ അവനോട് പറഞ്ഞു.
തന്തയില്ലാത്തവനോട് എന്തുമാകാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആരാണ് തന്തയില്ലാത്തവൻ? ശൗരിക്ക് മനസ്സിലായില്ല. ആരെ ഉദ്ദേശിച്ചാണ് ജർമ്മിച്ചായൻ അത് പറഞ്ഞത്? ചോദിക്കണോ? അപ്പോഴേക്കും അടുത്ത ചോദ്യം വന്നു. നിനക്ക് എമിലിയോട് പറഞ്ഞുകൂടായിരുന്നോ? അമ്മയില്ല വീട്ടിൽ. എവിടെ പോയിടാ? കല്യാണത്തിന്. ആരുടെ കല്യാണം? അതും ശൗരിക്ക് വിവരിക്കേണ്ടി വന്നു. ഓ, നിന്റെ അമ്മയുടെ അനുജത്തിയുടെ അല്ലേടാ അവള്. ആശുപത്രിയിലെ നേഴ്സല്ലേ? എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കല്യാണത്തിന് നിന്നെ കൊണ്ടുപോയില്ലേ? ശൗരിക്ക് വല്ലാത്തൊരു കുറച്ചിൽ തോന്നി. ആരൊക്കെ പോയിടാ ശൗരിക്കുട്ടി? ആരും പോയില്ല. നീ എന്തിനാടാ എൻ്റെ അടുത്ത് പിണങ്ങുന്നത്? ജർമ്മിച്ചായൻ വലയിൽ നിന്ന് മുഖമുയർത്തി ശൗരിയെ നോക്കി. നീ പറയടാ, നിന്നെ ഞാനല്ലേ കടലിൽ കൊണ്ടുപോയത്, കടലിൽ നീന്തം പഠിപ്പിച്ചത്, നിനക്ക് ചൂണ്ടയും നൂലും വാങ്ങിത്തന്നതും ചൂണ്ടയിടാൻ പഠിപ്പിച്ചത് ഞാനല്ലേടാ? ശൗരിക്കുട്ടി തോറ്റു. ജർമ്മിച്ചായനോടുള്ള കടപ്പാട് തീർത്താൽ തീരുന്നതല്ല. അവൻ ഏറ്റു പറഞ്ഞു. എല്ലാവരും പോയി, എന്നെ മാത്രം കൊണ്ടുപോയില്ല. നിന്റെ അമ്മ പോയോ? പോയി. ശൗരിക്ക് സങ്കടം വന്നു. അവൾ എന്നാ പണിയാ കാണിച്ചേ? നിനക്ക് ആരും ഇല്ലേടാ? ആ ചോദ്യം കൊച്ചു ശൗരിയുടെ മനസ്സിൽ എവിടെയോ തറച്ചു. അവൻ ഓർത്തു നോക്കി. ആരുമില്ലേ? കുഞ്ഞിന്നയുടെയും വിൻസിയുടെയും ഡെന്നിച്ചൻ്റെയും ജാനറ്റിൻ്റെയും അമ്മയുടെയും മുഖങ്ങൾ അവൻ്റെ മനസ്സിൽ വന്നു. തനിക്ക് ആരുമില്ലെന്ന് അവൻ വിചാരിച്ചിട്ടേയില്ല. ആരൊക്കെ ഇല്ലെങ്കിലും അമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയുമില്ല. നാണക്കേടായിട്ടാ നിന്നെ കല്യാണത്തിന് കൊണ്ടുപോകാത്തെ. നിന്നെ കാണുമ്പോൾ ചിരിക്കുകയും പിറുപിറുക്കുകയും ചെയ്യും. നീ തന്തയില്ലാത്തവനല്ലേ? എന്താണ് തന്തയില്ലാത്തവൻ എന്ന് വെച്ചാൽ? ശൗരിക്കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു കുറ്റമാണോ? ഇതിനു മുമ്പ് ജർമ്മിച്ചായൻ ഏതാണ്ട് ഇതുപോലൊക്കെ പറഞ്ഞിട്ടുള്ളത് അവൻ ഓർത്തു. തന്തയില്ലാത്തവനാണെങ്കിൽ എന്താണ് കുഴപ്പം? തന്തയില്ലാത്തവന് കല്യാണത്തിന് പോയിക്കൂടെ? ഇതൊന്തൊരു ലോകവും മനുഷ്യരുമാണെന്ന് ശൗരിക്കുട്ടി അത്ഭുതപ്പെട്ടു. പിടികിട്ടാത്ത ചില വാക്കുകൾ, പിടികിട്ടാത്ത സ്വഭാവ രീതികളുള്ള മനുഷ്യർ. ഇതൊക്കെ എന്ത് കാര്യത്തിനാണ്? എന്നാലോ നല്ല ഒന്നാന്തരം തന്തയാ നിൻ്റേത്. ഈ കടപ്പുറത്തെ ഏറ്റവും ശക്തൻ, ഏറ്റവും പണക്കാരൻ, ഈ കടപ്പുറം ഭരിക്കുന്നവൻ, ഉഗ്രൻ. അവനേക്കായാലും വലിയൊരു തന്ത ഈ കടപ്പുറത്തില്ല. എല്ലാവർക്കും അറിയാം അയാൾ നിന്റെ തന്തയാണെന്ന്. എന്നിട്ടും നിന്നെ തന്തയില്ലാത്തവനെന്ന് വിളിക്കുന്നേ, അങ്ങനെ കാണുന്നേ. അതാണടാ മോനെ ലോകം. പൊട്ടിയ വലക്കണ്ണികൾ നെയ്തു ചേർക്കുന്നതിനിടയിൽ ജർമ്മിച്ചായൻ ഒരു ദീർഘനിശ്വാസം പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. ശരിക്കും അവരാ തന്തയില്ലാത്തവന്മാര്. നിന്നെ മാറ്റി നിർത്തുന്നവരും നിന്നെ കളിയാക്കുന്നവരും നിനക്ക് തന്തയില്ലെന്ന് പറയുന്നവരും എല്ലാം കള്ളന്മാരാ. സത്യമുള്ള ഒറ്റ ജീവിയെ ഈ ലോകത്തുള്ളൂ. അതാരാ? ശൗരിക്കുട്ടിക്ക് ജിജ്ഞാസയായി. അതോ? ജർമ്മിച്ചായൻ ചിരിച്ചു. അത് പറഞ്ഞാൽ നീ എനിക്ക് എന്നെ തരും? മീൻ പിടിച്ചു തരാം. ശൗരിക്കുട്ടിക്ക് ഈ ലോകത്ത് കടങ്ങൾ വീട്ടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, മീൻ. പറയാവോ? അവൻ ജർമ്മിച്ചായനെ തോണ്ടി. എടാ, നീ പറഞ്ഞത് തന്നെ, മീൻ. ശൗരിക്കുട്ടി കണ്ണും മിഴിച്ച് ജർമ്മിച്ചായനെ നോക്കി. ഈ ലോകത്ത് സത്യമുള്ള ഒരേയൊരു ജീവി മീൻ. അവന് ചിരി വന്നു. മീൻ കള്ളനല്ലത്രേ. മീനുകൾ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്ന് അവൻ ആലോചിച്ചു. ചില മീനുകൾ അവൻ്റെ ചൂണ്ടയിൽ കൊത്താതെ കടന്നു പോയിട്ടുണ്ട്. വേറെയെല്ലാം കള്ളന്മാരാ? ശൗരി ചോദിച്ചു. പിന്നല്ലാതെ. പൂച്ച കട്ട് തിന്നും, പട്ടി കോഴിയെ പിടിക്കും, ആടും പശുവും ചെടി കടിച്ചു പറിക്കും, കോഴി നെല്ല് കൊത്തും, കാക്ക മീൻ കൊത്തിക്കൊണ്ടു പോകും, പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചും. എന്തിനട ശൗരി? ഉറുമ്പുണ്ടല്ലോ, ഉറുമ്പ്, അതുപോലും കള്ളനാ. നമ്മുടെ പഞ്ചാരത്തരി കട്ടുകൊണ്ട് പോകും. ശൗരിക്കുട്ടി ചിരിച്ചുപോയി. ഈ ജർമ്മിച്ചായൻ്റെ കാര്യം. ശൗരിക്കുട്ടി, മോനെ, ശൗരിക്കുട്ടിയെ. ദൂരെ നിന്ന് വിളിയൊച്ച കേട്ട് ശൗരി തല തിരിച്ചു നോക്കി. അമ്മയാണെന്ന് അവന് മനസ്സിലായി. ദാ നിന്റെ അമ്മ വിളിക്കുന്നടാ. ജർമ്മിച്ചായൻ ദൂരെ കടപ്പുറത്തേക്ക് വിരൽ ചൂണ്ടി. ശൗരിക്കുട്ടി ഒന്നും മിണ്ടാതെ മണലിൽ ചൂണ്ടുവിരൽ കൊണ്ട് എന്തോ എഴുതി. ഭാഷയും അക്ഷരങ്ങളുമില്ലാത്ത ഒരു പ്രതിഷേധക്കുറിപ്പായിരുന്നു അത്. എമിലി ദൂരെ നിന്ന് ശൗരിക്കുട്ടിയുടെ മഞ്ഞുടുപ്പ് കണ്ടു. അവൾ ഒന്നുകൂടി വിളിച്ചു. ശൗരിക്കുട്ടി, മോനെ, വാ. ശൗരിക്കുട്ടി കേട്ട ഭാവമില്ല. അവൻ പിണങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ ഇത്രയും പെട്ടെന്ന് ചൂണ്ടയിട്ട് തിരിച്ചു വരുമെന്ന് അവൾ നനച്ചിരുന്നില്ല. ചൂണ്ടയിടാൻ പോയാൽ പിന്നെ അവന് തോന്നണം അത് നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ താൻ അന്വേഷിച്ച് ചെല്ലണം. ഇതറിയാവുന്നതുകൊണ്ടാണ് എമിലി അവനെ ചൂണ്ട കൊടുത്ത് അയച്ചിട്ട് കല്യാണത്തിന് പോയത്. എമിലി ശൗരിക്കുട്ടി ഇരിക്കുന്നിടത്തേക്ക് വന്നു. നീ എന്നാ പണിയാ എമിലിയെ കാണിച്ചത്? ഈ ശൗരിക്കുട്ടിയനെ നീ എന്താ കല്യാണത്തിന് കൊണ്ടുപോകാത്തെ? ജർമ്മിച്ചായൻ തൻ്റെ അമർഷം മറച്ചു വച്ചില്ല. മറുപടിക്ക് വാക്ക് കിട്ടിയില്ല എമിലിക്ക്. അവനെ പറ്റിച്ചിട്ട് പോയി അല്ലേ? നിങ്ങ എല്ലാവരും അങ്ങ് പോയി. ഇവനെന്നെ അനാഥനാ?
ഒന്നുമില്ലെങ്കിൽ നീ ഇവൻ്റെ പെറ്റ തള്ളയല്ലേ. കൊണ്ടുപോയ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ജർമ്മിച്ചായ, കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞാലും നിന്റെ മോനല്ലേ, നിന്റെ മോനല്ലെന്ന് അവർ പറഞ്ഞാൽ നീ സമ്മതിച്ചു കൊടുക്കോ? കല്യാണത്തിനൊക്കെ ഇവനെ കൊണ്ടുപോകാൻ നിനക്ക് നാണക്കേട് അല്ലേ? എനിക്കൊരു നാണക്കേടുമില്ല ജർമ്മിച്ചായ. ഞങ്ങൾ കാരണം മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കല്ലേന്ന് വിചാരിച്ചിട്ടാ. എന്നാൽ പിന്നെ നീ കല്യാണത്തിന് പോകരുതായിരുന്നു. പോയില്ലെങ്കിൽ അവൾ പിണങ്ങും. എൻ്റെ അനുജത്തിയല്ലേ, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ശൗരിക്കുട്ടി പൊട്ടനൊന്നുമല്ല. ഈ കൊച്ചിൻ്റെ മനസ്സിൽ ഇതൊക്കെ കിടക്കും കേട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ജർമ്മിച്ചായൻ തൻ്റെ ശകാരം അവസാനിപ്പിച്ചു. ശൗരിക്കുട്ടി, എമിലി അവൻ്റെ കയ്യിൽ പിടിച്ചു. ജർമ്മിച്ചായൻ അമ്മയെ ശകാരിച്ചത് കേട്ടിട്ട് അവൻ്റെ പിണക്കം കുറേശ്ശെ അലിഞ്ഞു തുടങ്ങിയിരുന്നു. എമിലി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വാ, വീട്ടിൽ പോകാം. പോട്ടെ ജർമ്മിച്ചായ. അവൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു. ശൗരിക്കുട്ടി അമ്മയോട് ഒന്നും ചോദിച്ചില്ല. എന്തുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് എമിലിക്കറിയാം. താൻ അവനെ പറ്റിച്ചുവെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അവൾക്ക് അവനോട് ഒരു ന്യായവും പറയാനില്ല. വീർപ്പുമുട്ടലോടെ അവൾ അവൻ്റെ കൈ പിടിച്ച് നടന്നു. താൻ ജീവിതത്തിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദൂരം അതാണെന്ന് അവൾക്ക് തോന്നി. വീട്ടിലെത്തിയ ശേഷം എമിലി അവൻ്റെ കൈയും മുഖവും കഴിയിച്ചു. അവനെ വിളിച്ച് അടുക്കളയിൽ കൊരണ്ടിയിട്ട് ഇരുത്തി. എമിലി കൊണ്ടുവന്ന് വെച്ചിരുന്ന ഒരു പൊതി അവൻ്റെ മുന്നിലേക്ക് എടുത്തു വെച്ച് അഴിച്ചു നിവർത്തി. എമിലി കല്യാണ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ചോറും കറികളുമായിരുന്നു അത്. മോൻ കഴിക്ക്, എൻ്റെ ശൗരിക്കുട്ടിക്ക് തിന്നാൻ വേണ്ടി അമ്മ കൊണ്ടുവന്നതാ. അവൻ മിണ്ടാതെ കുനിഞ്ഞ് അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എമിലി ചോറും ഇറച്ചിക്കറിയും കുഴച്ച് പുളിശ്ശേരി ചേർത്ത് ഉരുളയാക്കി അവൻ്റെ വായ്ക്ക് നേരെ കൊണ്ടുചെന്നു. അമ്മയെ നോക്കി 2 നിമിഷം ഇരുന്നിട്ട് അവൻ വായ തുറന്ന് സ്വീകരിച്ചു. അമ്മയും ചോറ് തിന്നില്ലായിരുന്നു. ചോറ് കുഴച്ച് വാരി തിന്നുകൊണ്ട് അവൾ പറഞ്ഞു. എന്നിട്ട് ഒരു ഇറച്ചിക്കഷ്ണം എടുത്ത് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അവൻ അത് കടിച്ചു ചവച്ച് തിന്നു. എന്നിട്ട് എമിലിയെ നോക്കി തെല്ല് നാണത്തോടെ പുഞ്ചിരിച്ചു. ഇഷ്ടപ്പെട്ടോ? എമിലി ചോദിച്ചു. നല്ല രുചിയാ, അവൻ പറഞ്ഞു. എമിലിക്ക് നെഞ്ച് പൊട്ടുമെന്ന് തോന്നി. അവൾ അവനെ അണച്ചു പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞു. അധ്യായം 21. കാരക്കാട്ട് സൈമൺ തരകൻ്റെ കാർ ചെല്ലിക്കടപ്പുറത്തേക്ക് ഒഴുകി വരുന്നത് കണ്ട് മൺറോഡിലുണ്ടായിരുന്ന ആളുകൾ താനെ വഴിവകഞ്ഞു നിന്നു. അവർ അത്ഭുതത്തോടെ ആ കാറിനെ നോക്കി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ കാർ. ചുവപ്പും മെറൂണും കൂടിക്കലർന്ന നിറം. കാറിൻ്റെ ബമ്പറുകളും റണ്ണിംഗ് ബോർഡുമെല്ലാം വെള്ളി പൂശിയ നിറം. കാറിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല. ഫോർ രജിസ്ട്രേഷൻ എന്നതിൻ്റെ ചുരുക്ക അക്ഷരങ്ങൾ എഴുതി ഒട്ടിച്ച നമ്പർ പ്ലേറ്റ്. മിത്സുബിഷി പജേറയുടെ ഏറ്റവും പുതിയ മോഡലുമായിട്ടാണ് സൈമൺ തരകൻ കടപ്പുറത്ത് വന്നത്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടായിട്ടല്ല. തൻ്റെ പുതിയ ആഡംബര കാർ ചെല്ലിക്കടപ്പുറത്തുകാരെ കാണിച്ച് ഒന്ന് ഞെളിയണം. തെങ്ങോലപ്പീലി കൊണ്ട് തന്നെത്താൻ ഉണ്ടാക്കിയ ഒരു കാറ്റാടി ഏർക്കിലിൽ ഘടിപ്പിച്ച് വലം കൈയിൽ മുന്നോട്ട് നീട്ടിപ്പിടിച്ചുകൊണ്ട് കാറ്റിനെതിരെ നടക്കുകയായിരുന്നു ശൗരിക്കുട്ടി. കടൽക്കാറ്റിൽ കാറ്റാടി കൈകൾ ഫാൻ പോലെ കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നിൽ കാതടുപ്പിക്കുന്ന ഹോൺ കേട്ട് ശൗരിക്കുട്ടി ഞെട്ടിപ്പിടഞ്ഞു. കണ്ണഞ്ചിപ്പിക്കുന്ന നിറത്തിൽ ഒരു വലിയ കാർ. ഒരു കൊമ്പനാന തൊട്ടുപുറകിൽ വന്ന് ദേഷ്യത്തോടെ ചിഹ്നം വിളിച്ചതുപോലെയാണ് അവന് തോന്നിയത്. അവൻ പെട്ടെന്ന് ഓടിമാറി. ഇത്തരമൊരു കാർ അവൻ മുൻപ് കണ്ടിട്ടില്ല. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ സൈമൺ മുതലാളി ഇരിക്കുന്നത് അവൻ കണ്ടു. സൈമൺ മുതലാളി അവനെ നോക്കുകയാണ്. കാർ നിന്നു. സൈമൺ മുതലാളി ഇപ്പോൾ തന്നെ വിഴുങ്ങിക്കളയുമെന്ന് അവന് തോന്നി. അത്ര ദേഷ്യത്തിലാണ് നോട്ടം. എന്തുകൊണ്ടോ ശൗരിക്കുട്ടിക്ക് ഒരു ധൈര്യം വന്നു. അവനും സൈമൺ തരകനെ കണ്ണു കൂർപ്പിച്ചു നോക്കി. തൻ്റെ ശത്രുവാണ് കാറിനുള്ളിലിരിക്കുന്നതെന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. ഇയാളുടെ കാറിൽ ബലൂൺ കുരുങ്ങിയപ്പോൾ തന്നെ അടിക്കുകയും വലിച്ച് താഴ്ത്തിടുകയും ചെയ്തവനാണ്. ആളുകൾ തന്നെ തന്തയ്ക്ക് പിറക്കാത്തവൻ എന്ന് പേര് വിളിക്കുന്നത് ഈ സൈമൺ മുതലാളി കാരണമാണെന്ന് ശൗരിക്കുട്ടി ഇതിനകം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയില്ല. അതൊരു ചീത്ത വാക്കാണ്. അതവനെ നാണം കെടുത്താനുള്ളതാണ്. അമ്മയെപ്പോലും അത് നാണം കെടുത്തുന്നുണ്ട്. ആ നാണക്കേട് കാരണമാണ് അമ്മ അവനെ കല്യാണത്തിന് കൊണ്ടുപോകാതിരുന്നത്. ഇതെല്ലാം അവൻ ഇപ്പോൾ ഓർത്തുപോയി. വെട്ടിത്തിളങ്ങുന്ന ആ കാറിനോടും സൈമൺ മുതലാളി എന്ന ഭീകരനോടും അവന് എന്തെന്നില്ലാത്ത വിരോധം തോന്നി. ഇയാളാണ് തൻ്റെ അപ്പനെന്ന് ജർമ്മിച്ചായൻ പറഞ്ഞതും ശൗരിക്കുട്ടി ഓർത്തു. അപ്പൻ എന്ന് പേര് വിളിക്കപ്പെടുന്ന ആൾ നല്ലതോ ചീത്തയോ എന്ന് അവൻ അറിഞ്ഞുകൂടാ. പക്ഷേ അപ്പൻ എന്ന പദം കൊണ്ട് സൈമൺ മുതലാളിയെപ്പോലെ ഒരാളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഭയങ്കരമായ ഒരു തെറിവാക്കാണെന്ന് അവന് തോന്നി. സൈമൺ മുതലാളിയെ അവന് അപ്പനായിട്ട് വേണ്ട. നല്ലതായാലും ചീത്തയായാലും ആ സ്ഥാനത്ത് സൈമൺ മുതലാളിയാണെങ്കിൽ അവൻ അപ്പൻ എന്ന സ്ഥാനത്തെയും പദവിയെയും വെറുക്കുന്നു.
ജർമ്മിച്ചായൻ പലതരത്തിലുള്ള തെറികൾ പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു തെറിവാക്കായി അപ്പൻ എന്ന പദത്തെയും അവൻ ചേർത്തു. സൈമൺ തരകൻ കാറിൻ്റെ ചില്ല് താഴ്ത്തി ശൗരിക്കുട്ടിയെ ഉഗ്രമായി ഒന്ന് നോക്കി. അയാൾക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ശൗരിക്കുട്ടിയുടെ തുറച്ചുനോട്ടം കണ്ട് സൈമൺ തരകൻ്റെ തലച്ചോറിലേക്ക് രക്തം ഇരച്ചു കയറി. ഡോർ തുറന്ന് ഇറങ്ങിച്ചെന്ന് ഒരൊറ്റ ചവിട്ടിന് അവൻ്റെ കഥ കഴിക്കേണ്ടതാണെന്ന് അയാൾക്ക് തോന്നി. ഇതൊരു ഒഴിയ ബാധയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ നിഴൽ പറ്റിക്കിടക്കുന്ന വൃത്തികെട്ട വിഷപ്പാമ്പാണിത്. ഇവൻ ഈ ചെല്ലിക്കടപ്പുറത്ത് ജീവനോടിരിക്കുന്ന കാലത്തോളം തൻ്റെ കീർത്തിക്കും പദവിക്കും മേൽ ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കും. അവൻ്റെ ഏത് പ്രായത്തിലും ആളുകൾ അവനെ സൈമൺ തരകൻ്റെ സന്തതിയായിട്ടേ കാണൂ. നായേ, തുറച്ചു നോക്കുന്നോടാ, പിഴച്ചുണ്ടായ ജന്തു. സൈമൺ തരകൻ ഒരാട്ടാട്ടി. അപ്പോൾ തൻ്റെ ചൂണ്ടയും മീനും പിടിച്ചു പറിച്ച കണ്ണാമ്പറമ്പിലെ സാബുവിനെ ജർമ്മിച്ചായൻ വിളിച്ച ചീത്തകൾ ശൗരിക്കുട്ടിക്ക് ഓർമ്മ വന്നു. പന്നി, തെണ്ടി, പട്ടി, ചെറ്റെ എന്ന പദങ്ങളുടെ കൂടെ അവൻ സ്വന്തമായി പിശാശ് എന്നും കൂടി ചേർത്തു. അവൻ അങ്ങനൊന്നും വിളിച്ചില്ലെങ്കിലും അവനു വേണ്ടി ജർമ്മിച്ചായൻ വിളിച്ചു കഴിഞ്ഞുവെന്ന് അവന് തോന്നി. സൈമൺ തരകൻ കാർ മുൻപോട്ടെടുത്തു. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തു നിന്ന് അകന്ന് ഒരു തെങ്ങിൻ തണലിൽ കീഴെ കൊണ്ടുപോയി ഒതുക്കിയിട്ടു. കടപ്പുറത്തെ ആളുകൾ സൈമൺ തരകൻ്റെ പുതിയ കാർ കാണാൻ വേണ്ടി ചുറ്റും കൂടി. സൈമൺ തരകൻ പുറത്തിറങ്ങി ആളുകളെ പുച്ഛത്തോടെ നോക്കി. ഓ, എനിക്കിതെല്ലാം എന്ത് നിസാരം എന്ന മട്ടിൽ കാറിൽ നിന്നിറങ്ങി മണപ്പുറത്തേക്ക് നടന്നുപോയി. കടപ്പുറത്തെ ജനങ്ങൾ കാറിന് ചുറ്റും കൂടി. ഭൂരിപക്ഷം ആളുകളും അത്തരമൊരു കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സൈമൺ മുതലാളി മീൻ ലേലം വിളിക്കുന്നിടത്ത് ചെന്ന് നിന്നു. തൻ്റെ നിർബന്ധികളോട് മീൻ ഏതൊക്കെയാണ്, പണി കുറവാണോ കൂടുതലാണോ എന്നെല്ലാം തിരക്കി. കാറിന് ചുറ്റും കൂടിയ ആളുകൾ ക്രമേണ അവരവരുടെ കാര്യങ്ങളിലേക്ക് പിന്മടങ്ങി. ശൗരിക്കുട്ടി ചായക്കടയുടെ മുൻപിൽ നിന്ന് ആ കാർ കിടക്കുന്നിടത്തേക്ക് നോക്കി. ആ കാർ തല്ലിപ്പൊട്ടിക്കണമെന്ന് അവൻ വിചാരിച്ചു. അതിന്മേൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അവൻ്റെ ബുദ്ധി അവനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. കാറിനടുത്ത് ആരുമില്ല എന്ന് കണ്ടപ്പോൾ അവൻ തെങ്ങും പറമ്പിലേക്ക് ഇറങ്ങി. വെറുതെ അങ്ങിങ്ങ് നോക്കി നടന്നു. പുലിമുട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ കള്ളുകുടിയന്മാർ എറിഞ്ഞു പൊട്ടിച്ചിട്ട് പോയ മദ്യക്കുപ്പിയുടെ കഴുത്തുഭാഗം കല്ലുകൾക്കിടയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അവനത് കയ്യിലെടുത്തിട്ട് കാർ കിടക്കുന്നിടത്തേക്ക് നോക്കി. ഇപ്പോൾ കാറിൻ്റെ മറുവശത്താണ് കടപ്പുറം. ശൗരിക്കും കടലിനും ഇടയ്ക്കാണ് കാർ. ആ കടപ്പുറത്ത് നിൽക്കുന്നവർക്ക് ശൗരിക്കുട്ടിയെ കാണാൻ വയ്യ. ശൗരിക്കുട്ടി ആ കുപ്പിച്ചില്ലുമായി കാറിനരികെ ചെന്നു. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ല, ആരുമില്ല. അവൻ കുപ്പിച്ചില്ലിൻ്റെ പൊട്ടിയ ഭാഗം കൊണ്ട് കാറിൻ്റെ ഡോറിൽ അമർത്തി കുത്തിവരച്ചു. കാറിൻ്റെ ഒരു വശം മുഴുവൻ കുപ്പിച്ചില്ല് വെച്ച് കുത്തിക്കോറിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാറിൻ്റെ മറുവശമായിരുന്നു കടപ്പുറവും ആളുകളും. അവൻ ചെറുതായതിനാൽ കാറിന് മീതെ കൂടി ആർക്കും അവനെ കാണാമായിരുന്നില്ല. ശൗരിക്കുട്ടി അല്പം കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ തെങ്ങും പറമ്പിലേക്ക് നടന്നുപോയി. കുറേ ദൂരെ ചെന്ന ശേഷം മറ്റൊരു ഭാഗത്തുകൂടി ചായക്കടയുടെ പിന്നിലേക്ക് ചെന്നു. കുപ്പിക്കഷ്ണം ഇതിനകം അവൻ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ശൗരിക്കുട്ടി സൈമൺ മുതലാളിയുടെ കാറിനെ നോക്കി. ദൂരെ നിന്ന് നോക്കിയാൽ ഒന്നും കാണാനില്ല. ശൗരിക്കുട്ടിക്ക് ഭയമൊന്നും തോന്നിയില്ല. പകരം ഒരു സംതൃപ്തി അവനെ ഭരിച്ചു. സൈമൺ മുതലാളിക്കെതിരെ അവൻ്റെ ആദ്യത്തെ പ്രതികാര നടപടി അവൻ നിർവഹിച്ചു കഴിഞ്ഞു. ചെല്ലിക്കടപ്പുറത്തെ അവൻ്റെ നമ്പർ 1 ശത്രുവാണ് സൈമൺ മുതലാളി. അവൻ അയാൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വലിയ പോരാട്ടങ്ങൾ നടക്കാൻ പോവുകയാണ്. തരം കിട്ടിയാൽ സൈമൺ മുതലാളിയുടെ തല എറിഞ്ഞു പൊട്ടിക്കണമെന്ന് അവൻ വിചാരിച്ചു. കല്ലേറിൽ അവൻ വിദഗ്ധനാണ്. ചെറിയ മെറ്റൽ കഷ്ണങ്ങൾ കിട്ടിയാൽ അവൻ കൃത്യമായി ലക്ഷ്യം പിടിച്ച് എറിയും. മാങ്ങയും പേരയ്ക്കയും ചാമ്പങ്ങയും അവൻ്റെ ഉന്നത്തിനു മുൻപിൽ എപ്പോഴേ കീഴടങ്ങിക്കഴിഞ്ഞു. തോട്ടിൽ വെള്ളത്തിനു മീതെ പൊന്തി വായു വിഴുങ്ങുന്ന മീനുകളെപ്പോലും അവൻ എറിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ശൗരിക്കുട്ടിയുടെ ഏറുകൊണ്ടാൽ പിന്നെ തലയും പൊത്തിപ്പിടിച്ച് എങ്ങോട്ടെന്നില്ലാതെ ഓടുകയേ സൈമൺ മുതലാളിക്ക് നിവൃത്തിയുള്ളൂ. എവിടെ നിന്നാണ് ഏറ് വന്നതെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം ശൗരിക്കുട്ടി പതുങ്ങിക്കളയും. സൈമൺ മുതലാളി നല്ല ഗമയിൽ നടന്നുവന്ന് കാറിൽ കയറി. അയാളുടെ ഡ്രൈവിംഗ് സീറ്റുള്ള വശത്തായിരുന്നില്ല ശൗരിക്കുട്ടിയുടെ കലാവിരുത്. അതിനാൽ സൈമൺ മുതലാളി കാറിൽ കയറി സിംഹാസനത്തിലെന്ന പോലെ ഇരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് വളച്ചെടുത്തു. ആളുകൾ നിന്ന റോഡിലൂടെ അയാളുടെ കാർ വല്ലാതെ ഇരമ്പിക്കൊണ്ട് ചീറിപ്പാഞ്ഞു. ആളുകൾ വേണമെങ്കിൽ ജീവനും കൊണ്ട് ഓടി മറിഞ്ഞുകൊള്ളണം എന്ന മട്ടിലായിരുന്നു ആ പാച്ചിൽ. കാർ പോകുന്നത് കണ്ട് ശൗരിക്കുട്ടിക്ക് നിരാശ തോന്നി. സൈമൺ മുതലാളി ഒന്നും കണ്ടുപിടിച്ചില്ല. താൻ ചെയ്തു വെച്ചതും മുതലാളി ഒന്ന് കാണേണ്ടതായിരുന്നു. ശൗരിക്കുട്ടി ചായക്കടയിൽ നിന്നിറങ്ങി ജെറമിയ വള്ളം കരയ്ക്ക് കയറ്റി വെച്ച ഭാഗത്തേക്ക് നടന്നുപോയി.
ജർമ്മിച്ചായൻ അവിടെങ്ങാനുമുണ്ടോ എന്ന് നോക്കി. അവൻ വള്ളത്തിൻ്റെ തണൽ പറ്റി ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ ഇരമ്പലും ആളുകളുടെ ഒച്ചയും കേട്ട് അവൻ തലതിരിച്ചു നോക്കി. സൈമൺ മുതലാളി തിരിച്ചു വന്നിരിക്കുന്നു. അയാളുടെ കാർ പാഞ്ഞു വന്നെടുത്ത് വായുവിൽ പൊടി പാറുന്നു. കാർ നിർത്തിയിട്ട് സൈമൺ മുതലാളി ചീറിക്കൊണ്ട് കാറിന് പുറത്തേക്ക് ചാടി ഇറങ്ങുന്നുണ്ടായിരുന്നു. അന്തം വിട്ടു നിൽക്കുന്ന കടപ്പുറം നിവാസികളുടെ നേർക്ക് അലർന്നു. ആരടാ ഇത് ചെയ്തത്? എന്തു ചെയ്തു? എവിടെ ചെയ്തു? ആളുകൾ പരസ്പരം നോക്കി. സൈമൺ മുതലാളി കൈ ചൂണ്ടിയിടത്തേക്ക് ചിലർ വന്നു നോക്കി. കാറിൻ്റെ ഒരു വശത്തെ പെയിൻറ് മുഴുവൻ ചിരവയ്ക്ക് കുത്തിക്കോറിയതുപോലെ വരഞ്ഞു കിടക്കുന്നു. ഇതാരാണെന്നാ ചോദിച്ചത്. സൈമൺ തരകൻ വീണ്ടും അലറി. ആർക്കും അറിയില്ല. അയാൾ കടപ്പുറത്തേക്ക് കുതിച്ചു ചെന്നു. ഏതോ മീൻകോരി ലേലം പിടിച്ച് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ചെമ്മീൻ വെട്ടി അയാൾ ചവിട്ടിത്തെറിപ്പിച്ചു. മണലിൽ ചെമ്മീനുകൾ ചിതറി. ഏതു നായിൻ്റെ മോനാടാ ഈ തന്തയ്ക്ക് പുറക്കായിക കാണിച്ച്? ആർക്കുമില്ല ഉത്തരം. മതമിളകിയ കാളക്കൂറ്റനെ പോലെ സൈമൺ തരകൻ കടപ്പുറത്ത് കണ്ടതെല്ലാം ചവിട്ടിത്തെറിപ്പിച്ച് പാഞ്ഞു നടന്നു. കുറേ പേർ കാറിന് ചുറ്റും കൂടി. അവർ മൂക്കത്ത് വിരൽ വെച്ച് വിരണ്ടു നിന്നു. ശൗരിക്കുട്ടി ജർമ്മിയ വള്ളത്തിൻ്റെ തണലിലിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. സൈമൺ തരകൻ പേപ്പിടിച്ച മാതിരി കടപ്പുറത്ത് അങ്ങിങ്ങ് പായുന്നത് കണ്ടിട്ട് അവന് രസം പിടിച്ചു. അവൻ കുറേ മുൻപേ മനസ്സിൽ കണ്ട പ്രതികരണം ഇപ്പോഴാണ് നടമാടുന്നത്. അപ്പനെ ഞാൻ ശരിയാക്കും, അവൻ ആത്മഗതമായി പറഞ്ഞു. സൈമൺ മുതലാളിക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചുവെന്നും അയാളിനി റാഹേലമ്മയെപ്പോലെ ഭ്രാന്തുവചനങ്ങൾ വിളിച്ചും പറഞ്ഞും പാട്ടുപാടി നൃത്തം ചെയ്തും ഇടയ്ക്കിടെ അട്ടഹസിച്ചും കടപ്പുറത്ത് തന്നെ ചുറ്റിക്കറങ്ങുമെന്നും ഒടുവിൽ സൈമൺ മുതലാളിയുടെ വീട്ടുകാർ വന്ന് അയാളെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുമെന്നും ശൗരിക്കുട്ടി കരുതി. എന്നാൽ അങ്ങനെയല്ല. സൈമൺ മുതലാളി വീണ്ടും കാറിനടുത്ത് ചെന്നു. എന്നിട്ട് 8 നാടും പൊട്ടത്തക്ക വിധം അട്ടഹസിച്ചു. ഇത് ചെയ്തവൻ ആരായാലും അവനെ ഞാൻ കണ്ടുപിടിക്കും. അവൻ്റെ കഴുത്ത് ഞാൻ വെട്ടും. മുതലാളി ആകെ അരമണിക്കൂറിലേ ഉണ്ടായുള്ളൂ കടപ്പുറത്ത്. ഇതിനകം ഇതൊക്കെ ചെയ്യാൻ ആരെക്കൊണ്ട് പറ്റും? പൗലോസ് ചേട്ടൻ ആരോടെന്നില്ലാതെ ചോദിച്ചു. ഇത് ഒരാളൊന്നും ചെയ്തതല്ലെന്ന്. 2 പേരെങ്കിലും ഇല്ലാണ്ട് പെട്ടെന്ന് ഇത്രയും ചെയ്യാൻ പറ്റൂല. മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. ഇതെന്ത് സാധനം കൊണ്ടാ കുത്തിപ്പോറിച്ച്? ചെരവനാക്ക. കല്ലുകൊണ്ടോ കമ്പി കൊണ്ടോ വരച്ചാൽ പോലും ഇങ്ങനെ പാടു വീഴത്തില്ലല്ലോ. വേറൊരാൾ പറഞ്ഞു. ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന പുതുപുത്തൻ കാറാ. ഇതാരാ ചെയ്തതെന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ കടപ്പുറം ഞാൻ നശിപ്പിക്കും. ഇവിടെ ഒരുത്തനും നാളെ മുതൽ വള്ളം ഇറക്കത്തില്ല. ഒരുത്തനും ഈ കടപ്പുറത്ത് മീൻവണ്ടി കൊണ്ടുവരൂല. സൈമൺ തരകനാ പറയുന്നേ. എൻ്റെ അടുത്താണോടാ നായിൻ്റെ മക്കളെ നിങ്ങളുടെ കളി? സൈമൺ തരകൻ ഓടിത്തളർന്ന നായയെപ്പോലെ കിതച്ചു. വികാരാവേശം കൊണ്ട് അയാൾ തളർന്നു തുടങ്ങിയിരുന്നു. സൈമൺ തരകനെതിരെ ഇന്നേ വരെ ഒരുത്തനും ചെറുവിരൽ പൊക്കിയിട്ടില്ല. ഇത് ചെയ്തവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുക. അവനെ ഞാൻ വെച്ചോണ്ടിരിക്കണോ ഈ കടപ്പുറത്ത്? ആളുകൾ തമ്മിൽ നോക്കി. ഞാനല്ല നീയാണോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. അതുകൂടാതെ സൈമൺ തരകനും തൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്നവരെയെല്ലാം ക്രുദ്ധിച്ചു നോക്കി. ഇവനാണോ? ഈ തെണ്ടിയാണോ? സൈമൺ തരകൻ എന്നല്ല ആർക്കും ഒരു ഊഹം പോലും കിട്ടിയില്ല. ഇത് ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് കാരക്കാട്ട് സൈമൺ തരകൻ എന്നല്ല. സൈമൺ തരകൻ വീണ്ടും കാറിൽ കയറി. കാർ ഇരമ്പിയപ്പോൾ ആളുകൾ ഓടിമാറി. സകലതും ഇടിച്ചു തകർക്കാനുള്ള വെമ്പലോടെ സൈമൺ തരകൻ്റെ കാർ പാഞ്ഞുപോയി. ശൗരിക്കുട്ടി ശ്വാസമെടുത്തു. സൈമൺ മുതലാളി തൻ്റെ മുൻപിൽ ഇത്തവണ തോറ്റുവെന്ന് അവന് തോന്നി. ഈ സമയമെല്ലാം എമിലി തൻ്റെ മകനെവിടെയെന്ന് തിരയുകയായിരുന്നു. ഡെന്നിച്ചൻ ചായക്കടയിലുണ്ട്. കടപ്പുറത്തെ ബഹളം കേട്ട് ജാനറ്റും വിൻസിയും കൂടി വന്ന് കാഴ്ച കണ്ട് നിൽപ്പുണ്ടായിരുന്നു. ശൗരിക്കുട്ടിയെ മാത്രം കാണാനില്ല. കടപ്പുറത്ത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഏറ്റവും മുന്നിലേക്ക് നുഴഞ്ഞുകയറി വരുന്നവനാണ്. എമിലി പരിസരത്തെല്ലാം അലഞ്ഞു നടന്നു. ഒടുവിൽ ജർമ്മിയ വള്ളത്തിൻ്റെ നിഴൽപ്പാടിൽ ഒരു മഞ്ഞ കണ്ടു ചെന്ന് നോക്കുമ്പോൾ ശൗരിക്കുട്ടി മണലിൽ ചുരുണ്ടുകിടന്ന് സുഖമായി ഉറങ്ങുന്നു. അവൾ അവൻ്റെ അരികത്ത് അല്പനേരം ഇരുന്നു. ഓർക്കപ്പുറത്ത് ശൗരിക്കുട്ടി ഞെട്ടി കൺ തുറന്നു. അമ്മ അരികെയിരിക്കുന്നു. അവൻ ദുസ്വപ്നത്തിൽ കണ്ടു പേടിച്ചത് സൈമൺ തരകനെയായിരുന്നു. അമ്മയെ കണ്ടപ്പോൾ അവന് ആശ്വാസമായി. അവൻ എഴുന്നേറ്റിരുന്ന് കണ്ണു തിരുമ്മി. നീ എന്താ ശൗരിക്കുട്ടി ഇവിടെ വന്ന് കിടക്കുന്നത്? ഞാൻ ഉറങ്ങിപ്പോയി. അവിടെ നടന്ന ബഹളമൊന്നും നീ കണ്ടില്ലായിരുന്നോ? മനസ്സിലാകാത്ത മട്ടിൽ ശൗരിക്കുട്ടി അമ്മയെ നോക്കി. എന്തു ബഹളം? എവിടെ നടന്നു? സൈമൺ മുതലാളി അവിടെ കിടന്ന് ഇക്കണ്ട പ്രപഞ്ചമെല്ലാം ഇളക്കി മറിച്ചിട്ട് നിന്നെ അങ്ങോട്ട് കണ്ടതേയില്ലല്ലോ. ഞാൻ ഉറങ്ങിപ്പോയി. സൈമൺ മുതലാളീൻ്റെ കാറ് നീ കണ്ടായിരുന്നോ? ആ കണ്ടു. പുത്തൻ കാറ്, ചുവന്നത്. ഉവ്വ്. ആ കാറിൻ്റെ പെയിൻറ് മുഴുവൻ ആരാണ്ട് ചെന്ന് കുത്തിപ്പോറിച്ച് കളഞ്ഞേക്കണ. ശൗരിക്കുട്ടി കോട്ടുവായിട്ടു. വള്ളത്തിൻ്റെ അണിയത്ത് വന്നിരുന്ന് ഒരു കാക്ക കരയുന്നു. തീരക്കടലിന് മീതെ ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നു.
ആരാ അത് ചെയ്തു വെച്ചതെന്ന് കണ്ടുപിടിച്ചൂട്ടോ, എമിലി പറഞ്ഞു. പെട്ടെന്ന് മുഖം തിരിച്ച് എമിലിയെ നോക്കി. ആരാ? കാരക്കാട്ട് സൈമൺ തരകൻ്റെ കാറിന്മേൽ കുത്തിവരയ്ക്കാൻ ധൈര്യമുള്ള ഒറ്റ ഒരുത്തനെ ഈ കടപ്പുറത്തുള്ളൂ. അതാരാ? എമിലി തിരിച്ചു ചോദിച്ചു. പിടുത്തം വീണു കഴിഞ്ഞുവെന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. എന്നിട്ടും ചോദിച്ചു വീണ്ടും. ആരാ? അവൻ്റെ പേര് ശൗരിക്കുട്ടിയെന്ന. ശൗരിക്കുട്ടിയുടെ മുഖം കീഴോട്ട് താണു. ഈ അമ്മയുടെ മുൻപിൽ ഒരു രക്ഷയുമില്ല. എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പിടികൂടുന്ന പോലീസാണ് ഇതെന്ന് അവന് തോന്നി. ഇവിടെ നോക്കടാ. ഇല്ല, ശൗരിക്കുട്ടി നോക്കുന്ന പ്രശ്നമില്ല. അവൻ മണലിൽ ചികഞ്ഞ് വിരലുകളിൽ കോരി അരിച്ചു നോക്കുകയാണ്. അതിൽ സ്വർണ്ണത്തരികളുണ്ടോ എന്ന്. എമിലി അവൻ്റെ മുഖം പിടിച്ചു തിരിച്ചു. എന്തു കുരുത്തക്കേടാ ശൗരി നീ കാണിച്ചു വച്ചേ? എന്നെ ചീത്ത വിളിച്ച്. ശൗരിക്കുട്ടി കീഴോട്ട് നോക്കിയിരുന്ന് പിറുപിറുത്തു. ആര്? സൈമൺ മുതലാളിയാ? ശൗരി മൂളി. എപ്പ? ആ കാറേ വന്നപ്പം. അപ്പോൾ അതാണ് കാര്യം. എമിലിക്ക് മനസ്സിലായി. എമിലി വിശദമായി ചോദിച്ചപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒടുവിൽ അവൾ ചോദിച്ചു, നീ എന്തു കുന്തം കൊണ്ടാ ശൗരി ആ കാറിൻ്റെ വശം മുഴുവൻ പെയിൻറ്റ് പൊറിച്ചത്? കുപ്പിച്ചില്ല. അതല്ലാതെ മറ്റൊരു ആയുധത്തിനും അത്രയും നാശം വരുത്താൻ കഴിയില്ലെന്ന് എമിലിക്ക് മനസ്സിലായി. ഇനിമേലെ ഇങ്ങനൊന്നും ചെയ്തേക്കല്ല് കേട്ടാ. സൈമൺ മുതലാളി ആരാന്നാ നിന്റെ വിചാരം? അയാൾ കണ്ടുപിടിച്ചെങ്കിൽ നിന്നെ കൊന്നേനെ. എമിലി അവനെ ഗുണദോഷിച്ചു. ഉച്ചയോടെ പോലീസ് വന്നെങ്കിലും ആരെയും പിടികിട്ടാതെ അവർ തിരിച്ചുപോയി. അപ്പോഴും സൈമൺ മുതലാളി ചെല്ലിക്കടപ്പുറത്തുകാരെ മുഴുവൻ വെല്ലുവിളിച്ചു പറഞ്ഞു, ചെയ്തവൻ ആരായാലും അവനെ ഞാൻ 24 മണിക്കൂറിനകത്ത് പൊക്കും. കാരക്കാട്ട് സൈമൺ തരകനാ പറയുന്നത്. എന്നിട്ട് അയാൾ ചെല്ലിക്കടപ്പുറത്തുള്ള സകലരെയും വെറുത്ത് അവജ്ഞയോടെ നോക്കിയിട്ട് കാറിൽ കയറി ഇരമ്പിപ്പാഞ്ഞുപോയി. അപ്പോൾ ശൗരിക്കുട്ടി വിചാരിച്ചു, എന്നെങ്കിലും സൈമൺ മുതലാളിയോട് പറയണം ഈ ശൗര്യ ചെയ്തതെന്ന്. അമ്മ പറഞ്ഞ പോലെ അയാളുടെ ഒപ്പം വളർന്നു കഴിയുമ്പോൾ അന്ന് ശൗരിക്കുട്ടിക്കും ഉണ്ടായിരിക്കും അതുപോലൊരു കാർ. ശൗരിക്കുട്ടി അത് അയാളുടെ കാറിന് മുൻപിൽ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് ഡോർ തുറന്ന് ഇറങ്ങും. അപ്പോൾ സൈമൺ മുതലാളിയും ഇറങ്ങും. അന്ന് ശൗരിക്കുട്ടി അയാളുടെ കാറിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയും, ഈ കാറിന് അന്ന് കുത്തിവരച്ചത് ആരാന്ന് കണ്ടുപിടിച്ചാ? ഇല്ലല്ല. എന്നാ കേട്ടോ, ഈ ശൗരിക്കുട്ടിയാ. ശൗരിക്കുട്ടി ആ രംഗം മനക്കണ്ണിൽ കണ്ട് രസിച്ച് പുഞ്ചിരിയിട്ടു. അടുത്ത ഭാഗം നാളെ.